Good evening, everyone. So, our mutual fund in the last day, mostly this will be the last day, day number 5 start cheyana. But start ചെയ്യുന്നതിന് മുൻപ് എൻ്റെ വോയിസ് കേൾക്കാമോ? Okay, thank you. So, എൻ്റെ സ്ക്രീൻ വിസിബിൾ ആണോ? സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത് മ്യൂച്വൽ ഫണ്ട് ഡേ 5 ആണ്. സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ, ഫൈൻ. ഓക്കെ, നമുക്കൊരു 6 ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യാനുള്ളത്. ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലെ 7 ക്വസ്റ്റ്യൻസ്, ഈ 7 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി കഴിഞ്ഞ ഒരു 4 ദിവസമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിന്റെ എൻ്റെ ടോപ്പിക്ക് നമ്മൾ പ്രോബ്ലംസ് തീരും. പിന്നെ നമ്മൾക്ക് എന്തുണ്ട്, തിയറി പെൻഡിങ് ആണ്. തിയറി കുറേ അധികം തിയറി ഉണ്ട്, പക്ഷെ അതിന്റെ ഷോർട്ട് നോട്ട്സ് ആയിട്ട് ഞാനത് നിങ്ങൾക്ക് തരണ്ട്. ആ തിയറി നോട്ട്സ് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ തിയറി നമ്മൾ പെട്ടെന്ന് തീർക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. സോ മ്യൂച്വൽ ഫണ്ട് ആൻഡ് ഇക്വിറ്റി റിട്ടേൺ ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോർമുല ഉണ്ട്. എന്താ ഈ മ്യൂച്വൽ ഫണ്ട് ആൻഡ് ഇക്വിറ്റി റിട്ടേൺ ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺ എനിക്ക് വേണം. ആ റിട്ടേണും മ്യൂച്വൽ ഫണ്ടിന്റെ റിട്ടേണും സെയിം ആകുന്നതാണ് മ്യൂച്വൽ ഫണ്ട് ആൻഡ് ഇക്വിറ്റി റിട്ടേൺ ഇൻഡിഫറൻസ്. അപ്പൊ അത് രണ്ടും സെയിം ആകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 15% ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്നത് 15% ആണ് ഇക്വിറ്റി മാർക്കറ്റിൽ നിന്ന്. എന്താ ഇക്വിറ്റി മാർക്കറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ തന്നെ ഷെയർ മാർക്കറ്റിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ 15 ആണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ കൂടുതൽ റിട്ടേൺ കിട്ടിയാലേ ഇത് രണ്ടും ഈക്വൽ ആവുള്ളൂ. അതെന്താ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കൂടുതൽ റിട്ടേൺ വേണമെന്ന് പറയാൻ കാരണം മ്യൂച്വൽ ഫണ്ടിന് റിട്ടേൺ ഉണ്ടെങ്കിൽ ആ റിട്ടേൺ നിങ്ങൾക്ക് തന്നെ അറിയാം, മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പണിംഗ് NAV-യുടെയും ക്ലോസിംഗ് NAV-യുടെയും ഡിഫറൻസ്. അത് നിങ്ങളുടെ ഇക്വിറ്റി ഇതിൽ നിങ്ങൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അപ്പോഴും ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാവും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഇപ്പോൾ ഉള്ള വാല്യൂ. അപ്പൊ അത് രണ്ടും ഡിഫറൻസ് ഇല്ല, സെയിം ആണ്. നെക്സ്റ്റ്, നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത ഷെയർസിന് നമുക്ക് ഡിവിഡൻഡ് കിട്ടും. സെയിം തന്നെയാണ് ഇവിടെ. നമ്മൾ തന്നെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടും? ഡിവിഡൻഡ് കിട്ടും. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ഡിസ്ട്രിബ്യൂഷൻ, ഈ ഒരു പർട്ടിക്കുലർ ഐറ്റം എവിടെ ഇല്ല, ഇപ്പുറത്തില്ല, പക്ഷെ അവിടെ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. നമ്മുടെ ആ ഷെയർ വിറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മ്യൂച്വൽ ഫണ്ടിൽ 10 ഷെയർസിന്റെ പോർട്ട്ഫോളിയോ ആണുള്ളത്. 10 കമ്പനീസിന്റെ ഷെയർസിന്റെ പോർട്ട്ഫോളിയോ ആണ്. നമ്മൾക്കും 10 ഷെയർസിന്റെ കമ്പനിയുടെ 10 കമ്പനീസിന്റെ ഷെയർസിന്റെ പോർട്ട്ഫോളിയോ ഉണ്ട്. അപ്പൊ ഇതെല്ലാം സെയിം ആണ്. ഇനി മ്യൂച്വൽ ഫണ്ട് വിൽക്കുമ്പോൾ STT കൊടുക്കണം, ഇവിടെ ഇക്വിറ്റി ഷെയർ വിൽക്കുമ്പോൾ STT കൊടുക്കണം. ബട്ട് ഒരൊറ്റ വ്യത്യാസം, മേജർ ഡിഫറൻസ് ഉള്ളത്, മ്യൂച്വൽ ഫണ്ടിൽ ഈ പറയുന്ന ഒരു ഐറ്റം ഉണ്ട്, റെക്കറിങ് എക്സ്പെൻസ്. എന്താ? മ്യൂച്വൽ ഫണ്ടിലെ ആ ഫണ്ട് മാനേജർക്ക് കൊടുക്കുന്ന സാലറി, അഡ്വർടൈസ്മെന്റ്, ആ അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്ക്, മ്യൂച്വൽ ഫണ്ട് റൺ ചെയ്യുന്ന ആ അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്ക് ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാവും. ആ എക്സ്പെൻസ് എല്ലാം നമ്മൾ കൊടുക്കുന്ന മണിയിൽ നിന്നാണ് അവർ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ പ്രോഫിറ്റ് നമ്മുടെ പോക്കറ്റിലോട്ട് കിട്ടില്ല. പക്ഷേ ഇൻവെസ്റ്റർ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഷെയർ മാർക്കറ്റിലോട്ട് ഇതാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പെൻസും ഇൻകർ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും മ്യൂച്വൽ ഫണ്ടിന്റെ റിട്ടേൺ കൂടുതലായിരിക്കും. പക്ഷെ ഇതൊക്കെ കുറച്ച് വരുമ്പോൾ അത് രണ്ടും ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ ആനുവൽ റെക്കറിങ് എക്സ്പെൻസും കൂടി കൺസിഡർ ചെയ്യുന്നു. നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നെറ്റ് എത്ര കിട്ടുന്നു, നമ്മുടെ ഷെയർ മാർക്കറ്റിൽ നിന്ന് നെറ്റ് എത്ര കിട്ടുന്നു. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ക്ലോസ്ഡ് എൻഡഡ്, ഓപ്പൺ എൻഡഡ് പോലുള്ള സ്കീംസ് ഉണ്ട്. ഇപ്പൊ ക്ലോസ് എൻഡഡ് ആണെങ്കിൽ നമ്മൾ വിൽക്കുമ്പോഴും നമുക്കൊരു എക്സിറ്റ് ലോഡ്, എൻട്രി ലോഡ് കേട്ടിട്ടുണ്ടാവും. നമ്മളൊരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നു എക്സിറ്റ് ലോഡ്, എൻട്രി ലോഡ് എന്ന് പറഞ്ഞിട്ട്. എന്താ ഈ എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വിറ്റ് പുറത്ത് പോരുമ്പോൾ ടാറ്റ ഗുഡ് ബൈ പറഞ്ഞ് നമ്മളെ മ്യൂച്വൽ ഫണ്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അപ്പൊ നമ്മളെ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് ഒരു എമൗണ്ട് കൊടുക്കണം. അതാണ് എക്സിറ്റ് ലോഡ്. എൻട്രി ലോഡോ, ഞങ്ങളുടെ പൈസ ഇതൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് തരൂ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതാണ് എൻട്രി ലോഡ്. അപ്പൊ ഇതൊക്കെ കൺസിഡർ ചെയ്തതിനു ശേഷം നമ്മളുടെ രണ്ടും ഈക്വൽ ആവുന്നതാണ് മ്യൂച്വൽ ഫണ്ട് ആൻഡ് ഇക്വിറ്റി റിട്ടേൺ ഇൻഡിഫറൻസ്. ഇനി അത്രയൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഈ ഫോർമുല അറിഞ്ഞാൽ മതി.
return from mutual fund equal to investors expectation divided by issue 100 minus issue expense plus annual recurring expense ആണ്. So നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1. Mr. Kiran can earn a return of 16% by investing in equity shares on his own. So 16% ആണ് investor expectation. Now he is considering recently announced equity-based mutual fund scheme in which initial expenses are 5.7% and annual recurring expenses are 1.7%. How should the mutual fund earn to provide Mr. Kiran a return of 16%? എന്താ ഈ 16%? ഇതാണ് കിരണ് ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത്. അപ്പോൾ ഇത് 16% ആവണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന് എത്ര കിട്ടണം എന്ന് പറഞ്ഞാൽ എത്രയോ മൈനസ് ഇഷ്യൂ എക്സ്പെൻസ് മൈനസ് ആനുവൽ റിക്കറിംഗ് എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഇത് ഈക്വൽ ടു 16 ആവണം. അപ്പൊ ഇതാണ് എന്ത് മ്യൂച്വൽ ഫണ്ട് ആൻഡ് ഇക്വിറ്റി റിട്ടേൺ ഇൻ ഡിഫറൻസ്. നിങ്ങൾ ആ ഫോർമുല അതേപോലെ എഴുതി വെക്കുക. റിട്ടേൺ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഈക്വൽ ടു ഒരു മിനിറ്റ്. Okay, return on mutual fund equal to investors expectation divided by 100 minus issue expense plus annual recurring expense. Investors expectation 16% ആണ്. Divided by 100 minus issue expense. Issue expense എത്രയായിരുന്നു? 5.7 annual recurring expense 1.7%. 5.7% plus 1.7%. So this is equal to 16% minus 100 minus 57%, 100 minus 5.7%, 94.3% plus 1.7%. ഇതൊന്ന് സോൾവ് ചെയ്യൂ. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് നിങ്ങളുടെ ഇക്വിറ്റി ആൻഡ് മ്യൂച്വൽ ഫണ്ട് ഇൻ ഡിഫറൻസ്. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് സോൾവ് ചെയ്യൂ. കിട്ടിയോ? എത്ര നിങ്ങളുടെ ആൻസർ വന്നേ? ഓക്കെ, അപ്പോൾ 16 divided by 94.3 equal to 16 divided by 94.3. ഈ ഫോർമുലയിൽ നിങ്ങൾ ചെറിയൊരു കറക്ഷൻ വരുത്തണേ. ഞാൻ അവിടെ എഴുതിയ സമയത്ത് ചെറിയൊരു വ്യത്യാസം ഉണ്ട്, ഒന്ന് കറക്റ്റ് ചെയ്യണേ. ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ടേഷൻ ബൈ 100 മൈനസ് ഇഷ്യൂ എക്സ്പെൻസ് പ്ലസ് ആനുവൽ റെക്കറിംഗ് എക്സ്പെൻസ് ആണ്, ഒന്ന് കറക്റ്റ് ചെയ്യണം. പ്ലസ് ആനുവൽ അതവിടെ ടൈപ്പ് ചെയ്തപ്പോൾ അവർക്ക് തെറ്റിയിട്ടുണ്ട്. സമയം ഇപ്പോൾ ലാസ്റ്റ് ഇതാകുന്നതോടുകൂടി പ്രൂഫ് റീഡ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അത് വരുന്നത്. ഇതാണ് കറക്റ്റ് ഫോർമുല. ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ടേഷൻ 100 മൈനസ് ഇഷ്യൂ എക്സ്പെൻസ് പ്ലസ് ആനുവൽ റെക്കറിംഗ് എക്സ്പെൻസ്. ഇവിടെയാണ് പ്ലസ് ആനുവൽ റെക്കറിംഗ് എക്സ്പെൻസ്, പ്ലസ് ആനുവൽ റെക്കറിംഗ് എക്സ്പെൻസ് ഒന്ന് കറക്റ്റ് ചെയ്യണേ. പ്ലസ് 1.7% ആൻഡ് പ്ലസ് 1.7%. അപ്പോൾ 16.16 divided by 0.943 ഈക്വൽ ടു പെർസെൻറ്റേജിൽ മാറ്റുന്നു ഈക്വൽ ടു 0.16968 പ്ലസ്
1.7% ആണ്. 1.7% ഇതിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0.017 പ്ലസ് 0.1698 ഈക്വൽ ടു 0.1868 is equal to 18.68%. This is equal to 18.68%. Okay. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇക്വിറ്റി ഇൻഡിഫറൻസ് പോയിന്റ്. അപ്പോൾ പെട്ടെന്ന് എഴുതിയെടുക്കും. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് 18.68% റിട്ടേൺ ജനറേറ്റ് ചെയ്താലേ നമ്മുടെ ഇക്വിറ്റിയിൽ ജനറേറ്റ് ചെയ്യുന്ന 16%നോട് ഈക്വൽ ആവുള്ളൂ. അതെന്താ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന് ഇഷ്യൂ എക്സ്പെൻസ് ഉണ്ട്, എൻട്രി ലോഡ് ഉണ്ട്, എക്സിറ്റ് ലോഡ് ഉണ്ട്, ആനുവൽ റെക്കറിംഗ് എക്സ്പെൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ അൾട്ടിമേറ്റ് നെറ്റ് റിട്ടേൺ കിട്ടാൻ. ഓക്കെ, തീർന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 2. You can earn a return of 13% by investing in equity shares on your own. You are considering a recently announced equity mutual fund where the initial issue expense is 7. You believe that mutual fund scheme will earn 16.5%. At what recurring expense in percentage term will you be indifferent between investing on your own and investing through mutual fund? Question ഒന്നുകൂടി വായിച്ചേ. You can earn a return of 13% by investing in equity shares on your own. അപ്പോൾ 13% ആണ് നമ്മളുടെ ഇൻകം. You are considering a recently announced equity mutual fund where initial issue expenses 7% ആണ്. You believe that mutual fund scheme will earn a revenue of 16.5. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് എന്നുള്ള റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. എന്താ ചോദിക്കുന്നത്? റെക്കറിംഗ് എക്സ്പെൻസ് എത്രയായാലാണ് നിങ്ങൾ എന്താവുക? ഇൻഡിഫറന്റ് ആവുക. മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ഇൻകമും അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ടേഷൻ തമ്മിലുള്ളതും രണ്ടും എത്ര എക്സ്പെൻസ് ആണ് നിങ്ങൾ ഇൻഡിഫറന്റ് ആവുക. അപ്പൊ സെയിം ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. സെയിം ഫോർമുല. ഇപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങോട്ടൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ മൈക്രോസോഫ്റ്റ് വൺ നോട്ടിലോട്ട്. ഓക്കെ, സോ ഫോർമുല എന്തായിരുന്നു? റിട്ടേൺ ഓൺ മ്യൂച്വൽ ഫണ്ട് ഈക്വൽ ടു ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ടേഷൻ. ഇത് നമ്മുടെ ഇക്വിറ്റി എന്നുള്ള എക്സ്പെക്ടേഷൻ. ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ടേഷൻ ഡിവൈഡഡ് ബൈ 100 മൈനസ് ഇഷ്യൂ എക്സ്പെൻസ് പ്ലസ് annual recurring expense. So return on mutual fund തന്നിട്ടുണ്ട് 16.5% equal to investors expectation തന്നിട്ടുണ്ട് 13% divided by 100 minus issue expenses തന്നു 7% plus annual recurring expense. Okay, അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് സോൾവ് ചെയ്തേ. സാർ പറഞ്ഞോ. സാർ ഇതിലെ ഇഷ്യൂ എക്സ്പെൻസ് ആയിട്ട് കുറയ്ക്കണില്ലേ സാർ? അതിപ്പോ എന്താ റീസൺ? ഇഷ്യൂ എക്സ്പെൻസ് കുറയ്ക്കുന്ന റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു 100 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കും മ്യൂച്വൽ ഫണ്ടില്. അപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ 100 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഇഷ്യൂ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് നമ്മുടെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് കുറച്ച് എക്സ്പെൻസ് വരുന്നുണ്ട്. ആ എക്സ്പെൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ പേപ്പറൊക്കെ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ മനോരമ പേപ്പറൊക്കെ വായിക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പേജ് നോക്കിയാൽ മതി. ഇപ്പൊ 1-2 ദിവസമായിട്ട് ആ പരസ്യം കാണാറുണ്ട്, മ്യൂച്വൽ ഫണ്ട് സഹിഹേ എന്ന് പറഞ്ഞിട്ട്. സച്ചിൻ ടെണ്ടുൽക്കറും അതേപോലെ MS ധോണിയൊക്കെ വെച്ചിട്ടുള്ള പരസ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ കുറെ പരസ്യങ്ങൾ മ്യൂച്വൽ ഫണ്ടുകൾ കൊടുക്കും. അപ്പോൾ അഡ്വർടൈസ്മെന്റിന്റെ കാര്യങ്ങളായിട്ടൊക്കെ മ്യൂച്വൽ ഫണ്ടിന് എന്ത് വരുന്നുണ്ട്? എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് ആണ് മ്യൂച്വൽ ഫണ്ട് എന്ത് ചെയ്യുള്ളൂ? ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ.
അപ്പോൾ അതാണ് ഇഷ്യൂ എക്സ്പെൻസ് കുറയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ശരിക്കും പറഞ്ഞാൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ? അവർക്ക് ഈ ഫണ്ടിൻ്റെമായി ബന്ധപ്പെട്ട കുറച്ച് എക്സ്പെൻസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടേ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ എക്സ്പെൻസ് കുറയ്ക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 13% നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 100% ഇൻവെസ്റ്റ് ചെയ്യും, ആ ബ്രോക്കറേജ് ഒക്കെ ഒന്നും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. പക്ഷെ മ്യൂച്വൽ ഫണ്ട് അങ്ങനെയല്ല, നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവർ ഫുള്ള് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 13% നമ്മൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 93% എന്നാണ് നമ്മൾ എന്ത് ഉണ്ടാക്കേണ്ടത്? ഈ 13% മ്യൂച്വൽ ഫണ്ട് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് എന്ത് കുറയ്ക്കുന്നത്? ഇഷ്യൂ എക്സ്പെൻസ് കുറയ്ക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ സർ. ഓക്കെ. അപ്പോൾ ആൻസർ എത്രയാണ് വന്നത്? 13 ഡിവൈഡഡ് ബൈ 93 ഈക്വൽ ടു 16.5% ഈക്വൽ ടു 0.139, ഓക്കെ 0.140 നോക്കിക്കോളൂ. 1.40 പ്ലസ് ആനുവൽ റെക്കറിംഗ് എക്സ്പെൻസ്. ഓക്കെ, പിന്നെ ചെയ്ത് നോക്കിയാൽ മതി, ആൻസർ കിട്ടും. അപ്പോൾ ദിസ് ഈക്വൽ ടു, ഇപ്പോൾ 16.5 നിങ്ങൾ ഡെസിമലിലോട്ട് ആക്കിയാൽ മതി. 0.165 മൈനസ് 0.140 equal to annual recurring expense. Annual recurring expense. Therefore, annual recurring expense equal to 0.165 minus 0.140 equal to 0.025. 0.025 equal to annual recurring expense. Therefore, this equal to 0.025% 2.5%. ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ അല്ലറ ചില്ലറ എന്ത് വന്നിട്ടുണ്ടാവും? 2.5 പകരം ചിലപ്പോൾ 2.25 അങ്ങനെ വല്ല ആൻസറും വന്നിട്ടുണ്ടാവും. നിങ്ങൾ 0.139 ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ 2.5 സംതിങ് ആയിരിക്കും നിങ്ങളുടെ ഇത് വരുന്നത്. റൗണ്ടിങ് ഓഫ് എറർ പ്രശ്നമില്ല കേട്ടോ. ഇപ്പൊ 2.34 ആവാം. ആ ചെറിയ റൗണ്ടിങ് ഓഫ് എറർ ഒന്നും പ്രശ്നമില്ല, നിങ്ങൾ എത്ര റൗണ്ട് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചാണ്. അപ്പോൾ ആനുവൽ റെക്കറിംഗ് എക്സ്പെൻസ് തീർന്നിട്ടുണ്ട്. ഓക്കെ, 2.52%, കുഴപ്പമൊന്നുമില്ല. ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. Somnath Investment have floated an equity-based fund scheme called XCube, the funds of which will be invested only in stocks and bonds of infrastructure and construction companies. 60% of fund value is invested in companies engaged in commercial construction service, and the other 40% companies engaged in developing residential colonies and township. Average beta of return from development of residential township is measured at 1.9, from the commercial construction is measured at 1.4. The benchmark index yield 11.2% return, and RBA bond carry an interest rate of 4.25. Ascertain Jensen's alpha from the following monthly particulars relating to XCube. So question നിങ്ങൾ തന്നെ ഒരു തവണ വായിക്കൂ. മന്ത് ജാനുവരി മുതൽ ഡിസംബർ വരെ 12 മന്തിന്റെ ക്ലോസിംഗ് NAV തന്നിട്ടുണ്ട്. ആൻഡ് ഡിവിഡൻഡ് പേ ഔട്ട് എന്ന് പറഞ്ഞ് ഫെബ്രുവരി ആസ് വെൽ ആസ് ജൂണിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് NAV ഫോർ ജാനുവരി 17.75 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഒരു തവണ നിങ്ങൾ വായിക്കൂ. 1 മിനിറ്റ് സമയം തരുന്നു.
ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ജെൻസൺസ് ആൽഫയാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ അങ്ങോട്ടൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ജെൻസൺസ് ആൽഫയാണ്. അപ്പോൾ ജെൻസൺസ് ആൽഫയുടെ ഫോർമുല എന്തായിരുന്നു? ജെൻസൺസ് ആൽഫ റിട്ടേൺ ഈക്വൽ ടു Jensen's alpha equal to actual return minus CAPM return ആണ്. ആ CAPM റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനാണ് അവരെന്ത് തന്നിരിക്കുന്നത്? നിങ്ങൾക്ക് കുറെ ബീറ്റയും ഒക്കെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ആദ്യം ആക്ച്വൽ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണം. ആക്ച്വൽ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ ആകെ ഒരു വ്യത്യാസമുള്ളത്, നമുക്ക് മന്ത്ലി ആണ് തന്നിരിക്കുന്നത്. മന്ത്ലി ഡാറ്റയാണ് തന്നിരിക്കുന്നത്. നമ്മൾ എങ്ങനെ ആക്ച്വൽ റിട്ടേൺ കണ്ടുപിടിച്ചിരുന്നത്? ആദ്യം ക്യാപിറ്റൽ അപ്രീസിയേഷൻ നോക്കും. എങ്ങനെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കണ്ടുപിടിച്ചിരുന്നത്? ക്ലോസിംഗ് NAV മൈനസ് ഓപ്പണിംഗ് NAV ഡിവൈഡഡ് ബൈ ഓപ്പണിംഗ് NAV. അതായിരുന്നു ക്യാപിറ്റൽ അപ്രീസിയേഷൻ. പിന്നെ ഡിവിഡൻഡ് ഇൻകം തരാറുണ്ട്, പിന്നെ എന്തും തരാറുണ്ട്? ക്യാപിറ്റൽ ഗെയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതും തരാനുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർത്തിട്ടാണ് ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ആക്ച്വൽ റിട്ടേൺ കണ്ടുപിടിക്കാറ്. അപ്പൊ ഇവിടെ ഇത്രയും മന്ത്സിന്റെ കാര്യം തന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആക്ച്വൽ റിട്ടേൺ മന്ത്ലി കണ്ടുപിടിക്കേണ്ടി വരും. ആക്ച്വൽ റിട്ടേൺ മന്ത്ലി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ആക്ച്വൽ റിട്ടേൺ മന്ത്ലി കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ആക്ച്വൽ റിട്ടേൺ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആക്ച്വൽ റിട്ടേൺ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. ഞാനിവിടെ മാർച്ച് 1 by 1 ആയിട്ട് ചെയ്യുന്നുണ്ട്. ജാനുവരിയിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, എത്ര? ജാനുവരിയിലെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് NAV, ജാനുവരിയുടെ ക്ലോസിംഗ് NAV 18.6 മൈനസ് ഓപ്പണിംഗ് NAV 17.75 ആണ്. അപ്പൊ നമ്മുടെ ഡിഫറൻസ് വരുന്നത് 18.6 മൈനസ് 17.75, 18.6 മൈനസ് 17.75 ഈക്വൽ ടു ക്യാപിറ്റൽ അപ്രീസിയേഷൻ 0.85 ആണ്. 1 by 1 ആയിട്ട് അത് ചെയ്യുന്നത്. ക്യാപിറ്റൽ അപ്രീസിയേഷൻ 0.85. ഫെബ്രുവരിയിലെ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യണം. ഫെബ്രുവരിയിലെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് 17.8 ആണ് ക്ലോസിംഗ്. എത്രയായിരിക്കും ഫെബ്രുവരിയിലെ ഓപ്പണിംഗ് NAV? ഒന്ന് പറയാമോ? ഫെബ്രുവരിയിലെ ഓപ്പണിംഗ് NAV എത്രയായിരിക്കും? ഫെബ്രുവരിയിലെ ഓപ്പണിംഗ് NAV എന്ന് പറയുന്നത് ഇപ്പുറത്തെ ക്ലോസിംഗ് ആയിരിക്കും. അപ്പൊ 17.8 ആണ് ഫെബ്രുവരിയിലെ ക്ലോസിംഗ് NAV മൈനസ് ഓപ്പണിംഗ് NAV 18.60 ജാനുവരിത്തതായിരിക്കും. അപ്പൊ 17.80 മൈനസ് 18.60 അവിടെ എന്ത് വന്നു? ലോസ് ആണ് വന്നത്. 0.80 ലോസ് വന്നു. 0.80 ലോസ് വന്നു. നെക്സ്റ്റ്, ഫെബ്രുവരി തന്നെ ഒരു ഡിവിഡൻഡ് നെഗറ്റീവ് ആണ്. ഫെബ്രുവരി തന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരിയിൽ എത്ര ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? 0.75 ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത് എത്ര? ടോട്ടൽ റിട്ടേൺ ജാനുവരിയിൽ 0.85 ഫെബ്രുവരിയിൽ ലോസ് 0.85 ഉണ്ട്, പ്ലസ് 0.75 ഇൻകം ഉണ്ട്. മൈനസ് 0.05 ഇങ്ങനെ ഓരോ മാസം 1 by 1 ആയിട്ട് കണ്ടുപിടിക്കണം. മാർച്ചിലേത് 17 ക്ലോസിംഗ് NAV എത്രയാണ് നോക്കുക?
ക്ലോസിംഗ് NAV 1 by 1 ആയിട്ട് ഇങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായ സ്ഥിതിക്ക് ഞാൻ എൻ്റെ ടേബിളിൽ ഇങ്ങനെ താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ ഈ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ജാനുവരിത്തത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഓപ്പണിംഗ് NAV എന്ന് പറഞ്ഞിട്ടൊരു കോളം കാണിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. ഓപ്പണിംഗ് NAV 17.75, 18.6, 17.8, 18.2, 18, 17.8, 16.8, 17.2, 17.8, 17.9, 18.1 and 18.8. അതങ്ങനെ വരുന്നത് ജാനുവരിയിൽ 17.75 ആണ് തന്നിട്ടുണ്ട്, അതെടുത്ത് എഴുതി. ജാനുവരിത്തെ ക്ലോസിംഗ് ആണ് 18.6, അതായിരിക്കും ഫെബ്രുവരിയിലെ ഓപ്പണിംഗ്. ഫെബ്രുവരിയിലെ ക്ലോസിംഗ് ആണ് 17.8, അതായിരിക്കും മാർച്ചിലെ ഓപ്പണിംഗ്. അതിന്റെ ബേസിസിൽ ഞാൻ ഇവിടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാണ്, എങ്കിൽ വളരെ പെട്ടെന്ന് ആൻസർ കിട്ടാൻ ഈസിയാണ്. അപ്പോൾ 18.6 മൈനസ് 17.75 ഈക്വൽ ടു, അത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 0.85. ഇപ്പോൾ ജാനുവരിത്തെ റിട്ടേൺ 0.85. ജാനുവരിത്തെ റിട്ടേൺ 0.85. ഞാനിവിടെ ഇരുന്ന് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഫെബ്രുവരിയിലേത് ക്ലോസിംഗ് 17.8 മൈനസ് 18.6 ഈക്വൽ ടു 0.8 ആണ്. 0.8 ലോസ്. പിന്നെ ഡിവിഡൻഡ് ഉണ്ട്, അത് നമുക്ക് പിന്നെ എഴുതാം. ഓക്കെ, ഡിവിഡൻഡ് ഞാൻ ഇപ്പൊ തന്നെ എഴുതി വെച്ചേക്കാം. ഡിവിഡൻഡ് 0.75. ഇപ്പൊ ടോട്ടൽ റിട്ടേൺ ഇവിടെ 0.85, ഇവിടെ 0.05. നെക്സ്റ്റ് ക്ലോസിംഗ്, മാർച്ചിലെ ക്ലോസിംഗ് 18.2 മൈനസ് മാർച്ചിലെ ഓപ്പണിംഗ് 17.8 ഈക്വൽ ടു 0.4. ക്യാപിറ്റൽ അപ്രീസിയേഷൻ 0.4, ഇവിടെ വേറെ ഒന്നുമില്ല, 0.4. ഏപ്രിൽ 18 ആണ് ക്ലോസിംഗ് NAV മൈനസ് ഓപ്പണിംഗ് 18.2 ആണ്. അപ്പൊ 0.02 ആണ് നെഗറ്റീവ് ആയിട്ട് വരുന്നത്. 0.02 ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം, പതുക്കെ പതുക്കെ ചെയ്ത് വരിക. 0.02. ഇപ്പോൾ ഏപ്രിലായി. മെയ്യില് 17.8 ക്ലോസിംഗ് മൈനസ് ഓപ്പണിംഗ് NAV 18, again 0.02 ലോസ്. 0.02. Next, closing NAV 16.8 and opening NAV 17.8. 16.8 minus 17.8, അപ്പോൾ ലോസ് 1 വന്നു. 16.8 minus 17.8, ലോസ് 1. ഓക്കെ, അപ്പോൾ ലോസ് 1 വന്നു. ആൻഡ് ഇവിടെ ഒരു ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് 1.20. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് പോസിറ്റീവ് 0.20 ആണ്. ഇത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണായി. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. നെക്സ്റ്റ് ജൂലൈയിലത് 17.2 ആണ് ക്ലോസിംഗ് NAV ആൻഡ് ജൂലൈ ആൻഡ് 16.8 ആണ്. അപ്പോൾ 0.4 ക്യാപിറ്റൽ അപ്രീസിയേഷൻ, നത്തിങ്, 0.4. സോ ഇത് ജൂലൈ. ഓഗസ്റ്റില് ക്ലോസിംഗ് NAV 17.8 ആൻഡ് മൈനസ് 7.2 ഈക്വൽ ടു 0.6. യെസ്, ഫെബ്രുവരി നെഗറ്റീവ് ആണ്. ഫെബ്രുവരി നെഗറ്റീവ് 0.6. സോ ഓഗസ്റ്റില് 0.6. നെക്സ്റ്റ് 17.9 മൈനസ് 17.8, 0.1. 0.1 സെപ്റ്റംബർ. ഒക്ടോബറിൽ 18.1 മൈനസ് 17.9, 0.2.
0.2 October. November 18.8 minus 18.1 0.7 0.7, and finally December closing NAV 18.5 minus opening NAV 18.8, loss 0.3 December. അപ്പോൾ ഇനി ഇതെല്ലാം ആഡ് ചെയ്യുക. ടോട്ടൽ റിട്ടേൺ കണ്ടുപിടിക്കുമ്പോൾ ഇനി ടോട്ടൽ റിട്ടേൺ ആഡ് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. എല്ലാം ടോട്ടൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും ആൻസർ. Sir. ഓക്കെ. സോ ഇപ്പൊ സൗണ്ട് കേൾക്കാമോ? ഇടയ്ക്ക് സൗണ്ട് കേൾക്കാതായിട്ടുണ്ടായിരുന്നു തോന്നുന്നു.
സൗണ്ട് കേൾക്കാമോ? യെസ് ഓർ നോ? സർ കേൾക്കാം. ഓക്കെ ഫൈൻ. സോ ഇത് ക്ലിയർ ആണോ? ഇത് ഞാനൊരു ഷോർട്ട് കട്ട് പഠിപ്പിച്ചു തരാണ്. ഇത് ഇങ്ങനെ ചെയ്തത് നമ്മൾ സാധാരണ ചെയ്ത പോലെ പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പൊ സാധാരണ നമ്മൾ ചെയ്തത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എടുത്തു, അങ്ങനെ ഈച്ച് മന്തിന്റെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എടുത്തു, പ്ലസ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഇൻകം വല്ലതുണ്ടെങ്കിൽ അതെടുത്തു. ഇപ്പൊ ഇവിടെ ഇൻകം ആയിട്ട് നമുക്ക് ഡിവിഡൻഡ് പേ ഔട്ട് ആണ്. നമ്മൾ പണ്ട് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ക്യാപിറ്റൽ ഗെയിനും കൂടി ഉണ്ടായിരുന്നു, ഡിവൈഡഡ് ബൈ ഓപ്പണിംഗ് NAV ആണ്. അപ്പൊ അത് ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്തു വന്നതാണ്. ഇനി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഷോർട്ട് കട്ട് മെത്തേഡ് പോയാൽ മതി, അതായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാൻ. ചില സ്റ്റുഡൻസിന് പെട്ടെന്ന് ഷോർട്ട് കട്ട് മെത്തേഡ് ചിലപ്പോൾ പെട്ടെന്ന് കത്തില്ല. അതെന്താ അവിടെ ഇങ്ങനെ ചെയ്തത്, മറ്റേവിടത്ത് എന്താ അങ്ങനെ ചെയ്തെന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇവിടെ എൻ്റെ ക്ലോസിംഗ് NAV ആൻഡ് ഓപ്പണിംഗ് NAV ഞാനിവിടെ ഒരു ഫോർമുല ആയിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തിരുന്ന പണ്ടെല്ലാം. ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത്, പ്ലസ് ഡിവിഡൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത്, പ്ലസ് ക്യാപിറ്റൽ ഗെയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ഡിവൈഡഡ് ബൈ ഓപ്പണിംഗ് NAV ആയിരുന്നു. പിന്നെ ഈ ക്യാപിറ്റൽ അപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് ക്ലോസിംഗ് NAV മൈനസ് ഓപ്പണിംഗ് NAV ആണ്. ഇതായിരുന്നു നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ഫിഗേഴ്സ് ഞാൻ എഴുതുന്നുണ്ട്. ജാനുവരിത്തെ ക്ലോസിംഗ് NAV ഇവിടെ ഓരോന്നും എഴുതി വെക്കുക. ജാനുവരിത്തെ ക്ലോസിംഗ് NAV അവിടെ തന്നിട്ടുണ്ടേ. അപ്പൊ ഇതിങ്ങനെ എഴുതി വെക്കുക. ഞാൻ ഇവിടെ ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. ഇത് ഓൾറെഡി തന്നിട്ടുണ്ട് 18.6, 17.8. മാർച്ചത്തത് ഓരോന്നും തന്നിട്ടുണ്ട്. നിങ്ങൾ അത് ഓരോന്നും എഴുതിയിട്ട് ഇതൊന്ന് ടോട്ടൽ ചെയ്യൂ. 18.6 പ്ലസ് 17.8 പ്ലസ് 18.2 പ്ലസ് 18 പ്ലസ് 17.8 പ്ലസ് 16.8 പ്ലസ് 17.2 പ്ലസ് 17.8 പ്ലസ് 17.9 plus 18.1 plus 18.8 plus 18.5 total 215 കിട്ടിയിട്ടുണ്ടാവും. ടോട്ടൽ 215. ഇതിന്റെ ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 215.50 ആണ്. ഇനി അതേപോലെ ഓപ്പണിംഗ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓപ്പണിംഗ് ഞാൻ ഇവിടെ കാണിക്കാൻ പോവുകയാണ്. ഇവിടെ തന്നെ നമുക്ക് ആ ഓപ്പണിംഗ് കാണിക്കാം. ഓപ്പണിംഗ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജാനുവരിയിലത് 17.75 ആണ്. ഇപ്പൊ ജാനുവരിയുടേത് 17.75 ആണ്. അപ്പൊ ഫെബ്രുവരിയിൽ എത്രയായിരിക്കും? ജാനുവരിയുടെ ക്ലോസിംഗ് ആയിരിക്കും ഫെബ്രുവരിയിലെ ഓപ്പണിംഗ് 18.6. ഫെബ്രുവരിയുടെ ക്ലോസിംഗ് ആയിരിക്കും മാർച്ചിലെ ഓപ്പണിംഗ് 17.8. മാർച്ചിലെ ക്ലോസിംഗ് ആയിരിക്കും ഏപ്രിലെ ഓപ്പണിംഗ് 18.2. ഏപ്രിലെ ക്ലോസിംഗ് ആയിരിക്കും മെയ്യിലെ ഓപ്പണിംഗ്. മെയ്യിലെ ക്ലോസിംഗ് ആയിരിക്കും ജൂണിലെ ഓപ്പണിംഗ്. ജൂണിലെ ക്ലോസിംഗ് ആയിരിക്കും ജൂലൈയിലെ ഓപ്പണിംഗ്. ജൂലൈയിലേത് ഓഗസ്റ്റിൻ്റെത്. ഓഗസ്റ്റിന്റെ ക്ലോസിംഗ് സെപ്റ്റംബറിന്റെ ഓപ്പണിംഗ്. സെപ്റ്റംബറിന്റെ ക്ലോസിംഗ് ഒക്ടോബറിന്റെ ഓപ്പണിംഗ്. ഒക്ടോബറിന്റെ ക്ലോസിംഗ് നവംബറിന്റെ ഓപ്പണിംഗ്. ആൻഡ് ഫൈനലി നവംബറിന്റെ ക്ലോസിംഗ് ആയിരിക്കും ഡിസംബറിന്റെ ഓപ്പണിംഗ്. ഇനി ഇതൊന്ന് ആഡ് ചെയ്യൂ. 17.75 plus 18.6 plus 17.8 plus 18.2 plus 18 plus 17.8 plus 16.8 plus 17.2 plus 17.8 plus 17.9 plus 18.1 plus 18.8 equal to 214.75. കഴിഞ്ഞു, നമ്മുടെ ആൻസർ കഴിഞ്ഞു. നമുക്ക് ഇപ്പൊ എന്ത് പറയാം? ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഇതിന്റെ ഡിഫറൻസ് ആണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ആയിരിക്കും ക്യാപിറ്റൽ അപ്രീസിയേഷൻ. സോ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ക്ലോസിംഗ് NAV മൈനസ് ഓപ്പണിംഗ് NAV.
ക്ലോസിംഗ് NAVയുടെ ടോട്ടൽ 215.5 മൈനസ് 214.75 ഈക്വൽ ടു 0.75 ആണ്. അപ്പൊ ക്യാപിറ്റൽ അപ്രീസിയേഷൻ 0.75 ആണ്. നേരത്തെ ചെയ്ത അതേപോലെ ഓരോന്നും എടുത്ത് കഷ്ടപ്പെട്ട് ചെയ്യണ്ട. അത് ഞാൻ നിങ്ങൾക്ക് ഓരോന്നും നമ്മൾ പണ്ട് എങ്ങനെയാണോ ചെയ്തത് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് ടൈം സേവിംഗ് ആണ്. ക്യാപിറ്റൽ അപ്രീസിയേഷന്റെ ഡിഫറൻസ് ആണ്. ഇതൊരു ഓരോ മന്ത് ഉണ്ടെങ്കിൽ ആ മന്ത് എല്ലാം എടുത്തിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക, ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഇനി പ്ലസ് ഇതിലോട്ട് എന്താ ആഡ് ചെയ്യേണ്ടത്? ഡിവിഡൻഡ് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, പ്ലസ് ക്യാപിറ്റൽ ഗെയിൻ വല്ലതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്. ഈ ക്വസ്റ്റ്യൻ അതില്ല. ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. 2 തവണ നമുക്ക് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 2 ഡിവിഡൻഡും ആഡ് ചെയ്ത് വെക്കുക. 0.75 1.2. ഇപ്പൊ ഡിവിഡൻഡ് ഡിവിഡൻഡ് 0.75 പ്ലസ് 1.2. ഇപ്പൊ ടോട്ടൽ ഡിവിഡൻഡ് 1.95. അപ്പൊ 0.75 പ്ലസ് 1.95 ഈക്വൽ ടു 2.7. നമുക്ക് വേണ്ട ഇവിടെ അല്ല, നമുക്ക് വേണ്ട ഐറ്റം കിട്ടി. ടോട്ടൽ റിട്ടേൺ 2.7 ആണ് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? therefore റിട്ടേൺ ഈക്വൽ ടു സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ടോട്ടൽ റിട്ടേൺ 2.7 ഡിവൈഡഡ് ബൈ divided by 17.75 ഓപ്പണിംഗ് NAV ആണ് ഇൻറ്റു 100. അപ്പൊ നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ട് ചെയ്ത അതേ ആൻസർ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സെയിം ആൻസർ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അറൌണ്ട് 15.21%. അറൌണ്ട് 15.21%. ഇനി ചെറിയ ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ടാവും, അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിലേറെ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെന്ന് ഒരു സ്റ്റുഡന്റ് ചോദിച്ചിട്ടുണ്ട്. സർ, ഇത് മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണോ ജാനുവരി ക്ലോസിംഗ് ഫെബ്രുവരി ആയത്? അതെ, മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ജാനുവരി ക്ലോസിംഗ് എന്തായത്? ഫെബ്രുവരിയുടെ ഓപ്പണിംഗ് ആയി. ഇവിടെ നോക്കിയാൽ മതി, സ്റ്റാർട്ടിംഗ് തന്നെ സോമനാഥ് ഹാവ് ഫ്ലോറ്റഡ് ആൻ ഇക്വിറ്റി ബേസ്ഡ് ഫണ്ട് സ്കീം കോൾഡ് എക്സ്ക്യൂബ്, ദ ഫണ്ട് ഓഫ് വിച്ച് വിൽ ബി ഇൻവെസ്റ്റഡ് ഓൺലി ഇൻ സ്റ്റോക്സ്. നമുക്ക് തന്നിരിക്കുന്നത് കംപ്ലീറ്റ്ലി മന്ത്ലി ഡാറ്റയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ എന്ത് കിട്ടി നമുക്ക്? ആൻസർ കഴിഞ്ഞിട്ടില്ലേ? ജെൻസൺസ് ആൽഫയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്ക് ഇപ്പൊ എന്ത് കിട്ടി? ആക്ച്വൽ റിട്ടേൺ കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? CAPM റിട്ടേൺ കണ്ടുപിടിക്കണം. CAPM റിട്ടേൺ. കാരണം ജെൻസൺസ് ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ റിട്ടേൺ മൈനസ് CAPM റിട്ടേൺ ആണ്. ആക്ച്വൽ റിട്ടേൺ കണ്ടുപിടിച്ചു. ഇനി CAPM റിട്ടേൺ കണ്ടുപിടിക്കുന്നു. CAPM റിട്ടേൺ. CAPM റിട്ടേണിന്റെ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈക്വൽ ടു റിസ്ക് ഫ്രീ പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF ആണ് CAPM. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കൂ, റിസ്ക് ഫ്രീ തന്നിട്ടുണ്ടോ? റിസ്ക് ഫ്രീ റിട്ടേൺ തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ വായിക്കാം. റിസ്ക് ഫ്രീ റിട്ടേൺ ബെഞ്ച്മാർക്ക് yield 11.20 റിട്ടേൺ ആൻഡ് RBI ബോണ്ട് carries an interest rate of 4.25. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? റിസ്ക് ഫ്രീ റിട്ടേൺ തന്നിട്ടുണ്ട് 4.25. സോ 4.25 ആണ്. RBIയുടെ ബോണ്ട് ആണ്, റിസ്ക് ഫ്രീ ആണ്. 4.25% പ്ലസ് ബീറ്റ. ഇനി ബീറ്റ തന്നിട്ടുണ്ടോ നോക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചേ. ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. സോമനാഥ് ഇൻവെസ്റ്റ്മെന്റ് ഹാവ് ഫ്ലോറ്റഡ് ആൻ equity based fund scheme called XCube, the funds of which will be invested only in stock and bonds of infrastructure and construction company. So ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻഫ്രാ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനീസിൽ മാത്രമാണ്. 60% of fund value is invested in companies engaged in commercial construction and 40 in residential. So 60 ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷനിലുള്ളതും 40 ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് റെസിഡൻഷ്യലുമാണ്. ആവറേജ് ബീറ്റ റിട്ടേൺ ഫോർ റെസിഡൻഷ്യൽ ടവർ ഇസ് 1.9. അപ്പൊ റെസിഡൻഷ്യൽ ടവറിന്റെ ബീറ്റ 1.9 ആൻഡ് കൊമേഴ്ഷ്യലിന്റെ ബീറ്റ 1.4 ആണ്. ഞാനിവിടെ ബീറ്റ കാണിക്കുന്നുണ്ട്. ബീറ്റ റെസിഡൻഷ്യൽ ആൻഡ് ബീറ്റ കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞ് 2 ബീറ്റ തന്നിട്ടുണ്ട്. അതിൽ ബീറ്റ ഓഫ് റെസിഡൻഷ്യൽ അവർ തന്നിരിക്കുന്നത് റെസിഡൻഷ്യൽ ടവേഴ്സ് 1.9 ആണ്. റെസിഡൻഷ്യലിന്റെ ബീറ്റ 1.9.
ആൻഡ് കൊമേഴ്ഷ്യലിന്റെ ബീറ്റ 1.4 ആണ്. പക്ഷെ നമുക്കൊരു പ്രശ്നമുള്ളത്, നമുക്ക് CAPM റിട്ടേണിന് ഒരു ബീറ്റേ പാടുള്ളൂ, അങ്ങനെ 2 ബീറ്റയൊന്നുമില്ല, ഒരൊറ്റ ബീറ്റേ പാടുള്ളൂ. പക്ഷെ ഇവർ എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് ഇതിന്റെ സ്പ്ലിറ്റ് തന്നിട്ടുണ്ട്. 60% ഉള്ളത് കൊമേഴ്ഷ്യലിനാണ്, 60% ഉള്ളത് കൊമേഴ്ഷ്യലിലാണ്. അപ്പൊ കൊമേഴ്ഷ്യൽ ഇൻറ്റു 60% ആൻഡ് ബാലൻസ് 40 ഉള്ളത് എത്രയാ, റെസിഡൻഷ്യലിലാണ്. സോ 1.9 into 40% equal to 0.076 ഉം 1.4 into 60% equal to 0.84 ഉം. അപ്പൊ ടോട്ടൽ 1.9 into 40% 0.76 ആണ്, 0.76. 0.76 plus 0.84 equal to total beta 1.6 ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ ബീറ്റ കിട്ടി. Therefore total beta equal to 1.6. So beta 1.6 RM. ഇനി റിട്ടേൺ ഓഫ് മാർക്കറ്റ് അറിയണം, തന്നിട്ടുണ്ടോ നോക്കണം. റിട്ടേൺ ഓഫ് മാർക്കറ്റ് തന്നിട്ടുണ്ട്. ദ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഈൽഡ് 11.2%. അപ്പൊ മാർക്കറ്റിലെ റിട്ടേൺ 11.2% ആണ്. മൈനസ് RF 4.25. ഓക്കെ, അപ്പൊ ഇതൊന്ന് ചെയ്താൽ മതി, ആൻസർ കിട്ടും. നിങ്ങൾ തന്നെ ചെയ്യുവേ. 11.2 minus 4.25 plus 1.6 into 11.2 minus 4.25 6.95% ആണ്. അത് ഡെസിമലോട്ട് ആക്കുമ്പോൾ ഇൻറ്റു 0.0695 ഈക്വൽ ടു 0.0425 പ്ലസ് 0.0695 into 1.6 equal to 0.1112 plus 0.0425 equal to 0.1537 equal to 15.37. ഇപ്പൊ എന്ത് കിട്ടി, CAPM റിട്ടേൺ കിട്ടി. ഇപ്പോഴും നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ടില്ല, നമ്മൾ ജെൻസൺസ് ആൽഫയാണ് കണ്ടുപിടിക്കുന്നത്. CAPM റിട്ടേൺ കിട്ടി. അപ്പോൾ ആക്ച്വൽ റിട്ടേൺ കിട്ടി, അതേപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടി, CAPM റിട്ടേൺ കിട്ടി. അപ്പൊ നിങ്ങൾ തീർന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ജെൻസൺസ് ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാം. 15.21 ആണ് നമ്മുടെ റിട്ടേൺ, 15.21 ആണ് റിട്ടേൺ, മൈനസ് 15.37. ഓക്കെ, ഇപ്പൊ CAPM റിട്ടേൺ ഓക്കെ, ഇപ്പൊ ജെൻസൺസ് ആൽഫ ഈക്വൽ ടു ആക്ച്വൽ റിട്ടേൺ നിങ്ങൾക്ക് കിട്ടിയത് 15.21 ആണെന്ന് തോന്നുന്നു. 15.21 മൈനസ് 15.37 മൈനസ് 15.37 ഈക്വൽ ടു -0.16 ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ആൻസർ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. ഒരു പ്രശ്നവുമില്ല, അവിടെ പോസിറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് ആൻസേഴ്സ് ചെറിയ ഷോർട്ട് കട്ട് മെത്തേഡിൽ പോകുമ്പോൾ ചെറിയൊരു പ്രശ്നം പറ്റും. ഈ ഷോർട്ട് കട്ട് മെത്തേഡിൽ പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിവിടെ കിട്ടുന്ന റിട്ടേൺ 15.21 ആണ്. പക്ഷെ നമ്മൾ ഈച്ച് ആൻഡ് എവറി ഐറ്റം റിട്ടേൺ ആഡ് ചെയ്യുമ്പോൾ, എങ്ങനെ ഈച്ച് ആൻഡ് എവറി റിട്ടേൺ ആഡ് ചെയ്യുക, ഇവിടെ എങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കണം. നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ 0.85, ടോട്ടൽ റിട്ടേൺ 0.85 ഡിവൈഡഡ് ബൈ ഓപ്പണിംഗ് 17.75,
negative 0.05 divided by 18.6, 0.04 divided by 17.8, 0.2 divided by 18.2. അങ്ങനെ ഓരോ റിട്ടേണും കണ്ടുപിടിച്ച് ഓരോ റിട്ടേണും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ റിട്ടേണിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. 15.50 ആണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ചിലപ്പോൾ ചെറുതായിട്ട് മാറും. പക്ഷേ എക്സാമിനേഴ്സ്, ഒട്ടുമിക്ക എക്സാമിനേഴ്സും അതിന് മാർക്ക് തരാറുണ്ട്. പക്ഷെ നമ്മുടെ കൺക്ലൂഷൻ എല്ലാം മാറും. അപ്പൊ അതുകൊണ്ടാണ് ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ ആദ്യം കാണിച്ചു തരാതിരുന്നത്. ഈച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുക. പക്ഷെ വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ, വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ ഓക്കെ ആണ്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു ആൻസർ കിട്ടും. 15.5 ആയിരിക്കും ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ. 15.5 മൈനസ് നമ്മുടെ 15.37, അവിടെ അറൌണ്ട് 0.13%, അതല്ലെങ്കിൽ 13% ആയിരിക്കും ജെൻസൺസ് ആൽഫ. കുറച്ചുകൂടി ആക്യുറേറ്റ് അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചത്, ആ ഷോർട്ട് കട്ടിൽ പോവാതെ ഫുള്ള് ചെയ്തു വെച്ചത്. അപ്പൊ ഫുള്ള് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വേണം, ഇതിന്റെ റിട്ടേണും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ കുറച്ചധികം കാൽക്കുലേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് 1-2 ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു തരികയാണ്. നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടാവും ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട്. അപ്പൊ ടോട്ടൽ റിട്ടേൺ 0.85 ആണ്. ഡിവൈഡഡ് ബൈ ഓപ്പണിംഗ് NAV 17.75%. ഇപ്പൊ നിങ്ങൾക്ക് ഒരു റിട്ടേൺ കിട്ടും 4.79. ഞാനത് ഫുൾ ഇവിടെ ചെയ്യുന്നുണ്ട്, ഏതായാലും നിങ്ങൾക്ക് അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ 4.79 ഇത് എങ്ങനെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്, A B. Therefore return equal to A divided by B. ഫസ്റ്റിൻ്റെത് 4.79. ഞാനിത് താഴത്തോട്ട് എഴുതി പോകുന്നുണ്ട്, കാരണം അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ജാനുവരിയുടെ 4.79, ഫെബ്രുവരിയുടേത് ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യണം. negative 0.05 divided by 18.6%, 0.268 ആണ്. 0.27 നെഗറ്റീവ് ഫെബ്രുവരി. മാർച്ചത്തത് 0.4 divided by 18.2, 0.4 divided by 18.2%, 2.197 ആണ്. അപ്പൊ 2.2. ഇതിങ്ങനെ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഏപ്രിലിൽ 0.2 divided by 18, 0.2 divided by 18%, 1.11% ഏപ്രിൽ. മെയ്യിലത് വീണ്ടും 0.2 ആണ്. 0.2 divided by, ഓക്കെ, ഇത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 18.2 ആണ്. ഓക്കെ, അപ്പൊ 0.2 divided by 18.2%, 1.10. നെക്സ്റ്റ് വൺ 0.2 divided by 18%, 1.11%. ഇതെല്ലാം പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ജൂണിലത്, ജൂൺ 0.2, ഇത് രണ്ടും ലോസ് ആണ്. ജൂണിലത് 0.2 divided by 17.8, 0.2 divided by 17.8, 1.12. ജൂൺ 1.12 പോസിറ്റീവ്. ജൂലൈ ഞാൻ ഇവിടുന്ന് എഴുതുന്നുണ്ട്. ജൂലൈ 0.4 divided by 16.8, 0.4 divided by 16.8%, 2.38. ഓഗസ്റ്റിലത് 0.6 divided by 17.2, 0.6 divided by 17.2%, 3.49. സെപ്റ്റംബറിൽ 0.1 and 17.8, 0.56%. ഒക്ടോബറിൽ 0.2 and 17.9, 0.2 divided by 17.9%, 1.12%. റൗണ്ട് ചെയ്യുന്നുണ്ടേ. നവംബറിൽ 0.7 and 18.1,
0.7 divided by 18.1 percentage, 0.387. 0.387 November and December. 0.3 divided by 18.8 equal to 0.3 divided by 18.8 percentage equal to 1.60. Okay. So total total 4.79 plus minus 0.27 plus 2.2 minus 1.1 minus 1.11 plus 1.12 plus 2.38 plus 3.49 plus 0.56 plus 1.12 plus 3.87. ഇത് നമുക്ക് കിട്ടിയത് നെഗറ്റീവ് ഫിഗർ ആയിരുന്നു. 0.3 നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് 1.6 മൈനസ് 1.6 ഈക്വൽ ടു 15.45. കണ്ടോ? ആ ഡിഫറൻസ് നമ്മൾ മന്ത്ലി എടുത്ത് വരുന്ന സമയത്തും ഷോർട്ട് കട്ട് പോകുമ്പോഴുള്ള ഡിഫറൻസ് വലിയൊരു ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ 15 പോയിന്റ് നമ്മൾ ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് അറൌണ്ട് 15.21 ആണ്. പക്ഷെ ആക്ച്വലി വരുന്നത് 15.45 ആണ് വരുന്നത്. അപ്പൊ ആ ഷോർട്ട് കട്ടിൽ പോകുമ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്. ഇത് ലോങ് മെത്തേഡിൽ പോകുമ്പോൾ ആക്ച്വൽ മെത്തേഡിൽ 1/1 ആയിട്ട് പോകുമ്പോൾ നമുക്ക് ആക്ച്വൽ റിട്ടേൺ കിട്ടുന്നത് 15.45 മൈനസ് 15.37 സംതിങ് ആണ്. അപ്പോൾ ആക്ച്വലി നമ്മൾക്ക് അവിടെ കിട്ടുന്നത് ഒരു 0.8 പോസിറ്റീവ് ആണ്. ജെൻസൺസ് ആൽഫ ഒരു കേസിൽ പോസിറ്റീവും മറ്റേ കേസിൽ നെഗറ്റീവും ആണ്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ചില ടെക്സ്റ്റ് ബുക്കിലെല്ലാം നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ അല്ലാത്ത ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ചില ടെക്സ്റ്റ് ബുക്സിലെല്ലാം ഈ ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞിട്ടുണ്ടാവും. നോർമലി ഷോർട്ട് കട്ട് മെത്തേഡ് ഓക്കെ ആണ്. നോർമലി നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാമിനേഷന് സമയമൊന്നും ഇല്ലെങ്കിൽ ഷോർട്ട് കട്ടിൽ പോകാം. പക്ഷെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഡിഫറൻസ് ഒക്കെയാണ്. ഇവിടെയൊക്കെ പോലത്തെ ഒരു 24ന്റെ ഒക്കെ ഡിഫറൻസ് ആണെങ്കിൽ നമ്മുടെ ആൻസർ ആകെ അങ്ങോട്ട് മാറി മറിയും. കാരണം ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ബെറ്റർ ഷോർട്ട് കട്ട് പോകുന്നതിലേറെ ബെറ്റർ ലോങ് പോകുന്നതാണ്. SFM അധികം ഷോർട്ട് കട്ട് മെത്തേഡ് പോകാതിരിക്കുക. സമയമില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഷോർട്ട് കട്ട് മെത്തേഡിലോട്ട് പോവുക. ഇല്ലെങ്കിൽ ആൻസർ എൻറ്റയർലി ഡിഫറെന്റ് ആവും. ഈ പോയിന്റിന്റെ ഒക്കെ ഡിഫറൻസും പ്രത്യേകിച്ച് മന്ത്ലി ഒക്കെ ആകുമ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് പോസിറ്റീവും നെഗറ്റീവും ആവാനുള്ള സാധ്യത ഉണ്ട്. കാരണം പോസിറ്റീവും നെഗറ്റീവ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെൻസൺസ് ആൽഫ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻസൺസ് ആൽഫ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഈസ് പെർഫോമിംഗ് better than market. Mutual fund is performing better than market. Negative എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. മ്യൂച്വൽ ഫണ്ട് is not performing better than market ആണ്. അപ്പൊ നമ്മുടെ ചെറിയൊരു ഡിഫറൻസ് കാരണം നമ്മളുടെ എൻറ്റയർ ആൻസർ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും പഠിപ്പിച്ചത്. ഇനി CAPMന്റെ ഇതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും കറക്റ്റ് ആണെങ്കിൽ. പക്ഷെ നമ്മുടെ ഈ റിട്ടേൺ കാൽക്കുലേഷൻ ചെയ്തതും അതേപോലെ തന്നെ എന്തിന്റെയും കൺക്ലൂഷന്റെയും മാർക്ക് പോകും. സോ അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സമയം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാതിരിക്കുക, സമയം ഉണ്ടെങ്കിൽ ഷോർട്ട് കട്ട് പോവാതിരിക്കുക. സ്മോൾ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്യാം. ഇനി എപ്പോഴാണ് ഷോർട്ട് കട്ട് പോവുക അതുകൂടി പഠിപ്പിച്ചു തരാം ഞാൻ. ഇപ്പൊ കാരണം അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഷോർട്ട് കട്ട് പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. ഈ ഡിഫറൻസ് ഒന്നും ഇല്ലാതെ 18.6, 17.8, 18.2 അങ്ങനെ ചെറിയ പൈസയിലല്ലാതെ 20, 22, 25 അങ്ങനെ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് പോകാം. അതായത് ഡിഫറൻസ് ഓപ്പണിംഗ് NAVയും ക്ലോസിംഗ് NAVയും തമ്മിൽ കുറച്ചധികം ഒരു 1 റുപ്പി അല്ലെങ്കിൽ 2 റുപ്പിയുടെ ഡിഫറൻസ് വരികയാണെങ്കിൽ ഷോർട്ട് കട്ടിൽ പോവാം. ക്ലോസിംഗ് NAV എടുക്കുക, ഓപ്പണിംഗ് NAV എടുക്കുക, ഡിഫറൻസ് കാണാം. പക്ഷെ 99% കേസിലും എക്സാമിനർ അങ്ങനെ തരില്ല. അത് എക്സാമിനർ ക്വസ്റ്റ്യൻ ടഫ് ആക്കുന്നതല്ല, NAV അങ്ങനെ ഒരു വലിയൊരു ഡിഫറൻസ് വരില്ല. NAV എപ്പോഴും പൈസകളുടെയൊക്കെ ഡിഫറൻസേ NAVയിൽ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ലോങ് മെത്തേഡ് തന്നെ പോവുക. ഷോർട്ട് കട്ട് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 3 കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 4 എപ്പോഴും ഷോർട്ട് കട്ട് പോവാതിരിക്കുക, ലോങ് പോവുക. ഇങ്ങനൊരു മെത്തേഡ് ഉണ്ട് എന്നുള്ളത് കാണിച്ചു തന്നു. ചില ബുക്കിലെല്ലാം തെറ്റിച്ച് ഷോർട്ട് കട്ട് മെത്തേഡ് പറയാറുണ്ട്. അതിന്റെ പ്രശ്നം ഇതാണ്. എൻ്റെ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കേട്ടോ.
കാരണം നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ട് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. നമുക്ക് എന്ത് പറയാം? മ്യൂച്വൽ ഫണ്ട് പോസിറ്റീവ് ആണ്, മ്യൂച്വൽ ഫണ്ട് പോസിറ്റീവ് ആയതുകൊണ്ട് ബെറ്റർ ആണെന്ന് പറയാമായിരുന്നു. അപ്പോൾ അത് ചെയ്യാതിരിക്കുക, 1 by 1 ആയിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 4 നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 എടുക്കൂ. Equity stable is a portfolio model wherein 20% of fund is invested in fixed income bearing instrument. The balance of 80% is divided among all industry stock, iron and steel, automotive industry stock, information technology stock, infrastructure company stock. നെക്സ്റ്റ് തന്നിരിക്കുന്നത് അതിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 4:2:6:3:5 ആണ്. 3 mutual fund X, Y and Z offer a fund scheme based on equity stable portfolio model. പോർട്ട്ഫോളിയോ എക്സിന്റെ 1, 2, 3 ഇയറിന്റെ ഇത് തന്നിട്ടുണ്ട്, ആക്ച്വൽ റിട്ടേൺ തന്നിട്ടുണ്ട്. പോർട്ട്ഫോളിയോ വൈന്റെ 1, 2, 3 ഇയറിന്റെ ആക്ച്വൽ റിട്ടേൺ തന്നിട്ടുണ്ട്. ആൻഡ് പോർട്ട്ഫോളിയോ സെഡിന്റെ 1, 2, 3 ഇയറിന്റെ ആക്ച്വൽ റിട്ടേൺ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ബീറ്റ ഫാക്ടർ ഓഫ് ഇക്വിറ്റി സ്റ്റേബിൾ പോർട്ട്ഫോളിയോ ഈസ് മെഷേർഡ് അറ്റ് 1.35. റിട്ടേൺ ഓൺ മാർക്കറ്റ് പോർട്ട്ഫോളിയോ ഇൻഡിക്കേറ്റ് that rupees 1000 invested will fetch 153 in a year, including capital appreciation and dividend yield. RBI bonds guaranteed by central government yield 4.5%. Question എന്താ ചോദിക്കുന്നത്? Rate the fund managers of X, Y and Z. ആര് ഈ ഫണ്ട് മാനേജർ എന്ന് പറഞ്ഞാൽ ആ ഫണ്ട് പോർട്ട്ഫോളിയോ എക്സ് നോക്കുന്ന ആളാണ് ഫണ്ട് മാനേജർ. പോർട്ട്ഫോളിയോ വൈ നോക്കുന്ന ആളാണ്. ഈച്ച് മ്യൂച്വൽ ഫണ്ടിന് ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ആ ഫണ്ട് മാനേജർ ആണ് എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യും, ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കും, നിങ്ങൾ തന്നെ ഒന്ന് വായിക്കും. ഓക്കെ, വായിച്ചോ. ഓക്കെ, അപ്പൊ നമ്മൾ ഫണ്ട് മാനേജറിന്റെ പെർഫോമൻസ് നോക്കുക വേണ്ടത്. ഇപ്പൊ ഫണ്ട് മാനേജറിന്റെ പെർഫോമൻസ് നോക്കുകയാണ്. ഇപ്പൊ ഫണ്ട് മാനേജറിന്റെ പെർഫോമൻസ് 1 by 1 നോക്കുകയാണ് നമ്മൾ. അപ്പൊ നമുക്കിവിടെ ആക്ച്വൽ റിട്ടേൺ തന്നിട്ടുണ്ട്. ആക്ച്വൽ റിട്ടേൺ ഈച്ച് വണ്ണിന്റെ ആക്ച്വൽ റിട്ടേൺ തന്നിട്ടുണ്ട്. 17.35, 18.7, 21.60 എന്നൊക്കെ പറഞ്ഞിട്ട് റിട്ടേൺ തന്നിട്ടുണ്ട്. പിന്നെ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഫണ്ട് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന് അറിയണം. ആ ഫണ്ട് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ ഏതിനോടാണ് കമ്പയർ ചെയ്ത് നോക്കേണ്ടത്? എന്താ നിങ്ങളുടെ ആൻസർ? ഏതിനോടാണ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കേണ്ടത്? കോമൺ സെൻസ് മതി. ഏതിനോട് കമ്പയർ ചെയ്ത് നോക്കണം ഒന്ന് പറഞ്ഞേ. നമ്മൾ എന്ത് നോക്കണം? CAPM റിട്ടേൺ നോക്കണം. എത്രയാണ് മാർക്കറ്റിന്റെ റിട്ടേൺ നോക്കണം. ഇവിടെ മാർക്കറ്റിന്റെ റിട്ടേൺ അവർ പറയുന്നുണ്ട്, മാർക്കറ്റിന്റെ റിട്ടേൺ നോക്കിയാൽ മതി. റിട്ടേൺ ഓൺ മാർക്കറ്റ് പോർട്ട്ഫോളിയോ ഇൻഡിക്കേറ്റ്
1000 invested will fetch 153 in a year. 1000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഫെച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്? 153 ഫെച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറയുന്നത് റിട്ടേൺ ഓൺ മാർക്കറ്റ്, റിട്ടേൺ ഓൺ മ്യൂച്വൽ ഫണ്ട്, മാർക്കറ്റിലെ റിട്ടേൺ ഓൺ മ്യൂച്വൽ ഫണ്ട് 153 ആണ്. എത്രയിലാണ് നമുക്ക് 153 കിട്ടുന്നത്? 1000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 153 കിട്ടും. അപ്പോൾ 153 ഡിവൈഡഡ് ബൈ 1000 മാർക്കറ്റിലെ ഇൻറ്റു 100, മാർക്കറ്റിലെ റിട്ടേൺ എത്രയാ? 153 ഡിവൈഡഡ് ബൈ 1000. 1000 ഇൻവെസ്റ്റ് ചെയ്താൽ 153. അപ്പൊ എത്ര പെർസെൻറ്റേജ്? മാർക്കറ്റിലെ റിട്ടേൺ 15.3% ആണ്. അപ്പോൾ ആക്ച്വൽ റിട്ടേൺ, മാർക്കറ്റിലെ റിട്ടേൺ നമുക്ക് എന്ത് കിട്ടി? RM 15.3 ആണ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ബീറ്റ തന്നിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ എന്ത് തന്നിട്ടുണ്ട്? റിസ്ക് ഫ്രീ ഡാറ്റയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് 1 by 1 ആയിട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിത് അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. വൺ ബൈ വൺ. ആദ്യം നമ്മൾ മാർക്കറ്റിൽ CAPM റിട്ടേൺ കണ്ടുപിടിക്കുന്നു. CAPM റിട്ടേൺ ഈക്വൽ ടു RF പ്ലസ് ബീറ്റ RM മൈനസ് RF. But this equal to RF equal to risk-free investment 4.5 plus beta 1.35, RM 15.3 minus RF 4.5 equal to 4.5% plus 4.5 ഞാൻ ഒന്ന് ഡെസിമലോട്ട് ആക്കുന്നുണ്ട്. 0.045 plus 15.3 minus 4.5 equal to 10.08 into 1.35 . Okay. For 1.35, 15.3 minus 4.5, 10.8 into 1.35, 14.58% ആണ്. ആ പെർസെൻറ്റേജ് നമ്മൾ 100 ആക്കുമ്പോൾ equal to 0.01458. So equal to, so CAPM return equal to 0.045, 19 point equal to 0.908 equal to 19.08%. അപ്പൊ ആദ്യം ഇത് കണ്ടുപിടിക്കൂ CAPM റിട്ടേൺ. ഓക്കെ, ഇത് കണ്ടുപിടിച്ചോ? ഇനി 1 by 1 ആയിട്ട് ചെയ്യാൻ പോവാണ്. യെസ്, ഡൺ. ഓക്കെ, ഇനി 1 by 1 ആയിട്ട് ഓരോ ഫണ്ടിന്റെയും 1 by 1 ആയിട്ട് ചെയ്യാൻ പോവാണ്. സോ CAPM റിട്ടേൺ 19.08 ആണ്. അപ്പൊ നമ്മൾ ഇനി എക്സ് ചെയ്യാൻ പോവാണ്. എക്സ്. അപ്പോൾ എക്സിന്റെ മാത്രം ഡാറ്റ ഞാനൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്കിവിടെ. ഓക്കെ, അപ്പൊ എക്സിന്റെ 1 by 1 ആയിട്ട് എക്സിന്റെ ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സിന്റെ പെർഫോമൻസ്. അപ്പോൾ എക്സ്, പോർട്ട്ഫോളിയോ എക്സ്, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. ആക്ച്വൽ പെർഫോമൻസ് 17.35, 18.7 ആൻഡ് 21.6. ആക്ച്വൽ റിട്ടേൺ ആണ്. ആക്ച്വൽ റിട്ടേൺ. CAPM റിട്ടേൺ മാർക്കറ്റിനോട് കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റ് 19.08% ആണ്. മാർക്കറ്റിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇയറിൽ 17.35,
minus 19.08 ഒരു 1.73യുടെ അണ്ടർ പെർഫോമൻസ് ആണ്. സെക്കൻഡ് ഇയറിൽ നോക്കുമ്പോൾ 18.7 മൈനസ് 19.08 അപ്പോഴും അണ്ടർ പെർഫോമൻസ് ആണ് 0.38%. 21.6 മൈനസ് 19.08 ആ കേസിൽ ഓവർ ആയിട്ട് പെർഫോം ചെയ്തു 2.52. അപ്പൊ ടോട്ടൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1.73 മൈനസ് 0.38 മൈനസ് ആയിട്ടുള്ള പെർഫോമൻസ് 2.11ഉം പോസിറ്റീവ് പെർഫോമൻസ് 2.52 ആണ്. അപ്പൊ നെറ്റ് നമുക്ക് പറയുമ്പോൾ ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് 0.41% ആണ്. അപ്പൊ പോർട്ട്ഫോളിയോ എക്സ് കഴിഞ്ഞു. ഇനി ഇതേപോലെ പോർട്ട്ഫോളിയോ വൈൻ്റെത് കമ്പയർ ചെയ്ത് നോക്കണം പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. പോർട്ട്ഫോളിയോ വൈൻ്റെത് കമ്പയർ ചെയ്യുന്നു. ഞാൻ ഇവിടെ എനിക്ക് സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ എഴുതുന്നുണ്ട്. വൈ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. ഫസ്റ്റ് ഇയറിൽ വൈ 17.2, സെക്കൻഡ് ഇയറിൽ 18.25, തേർഡ് ഇയറിൽ 22.15. ഇത് ആക്ച്വൽ റിട്ടേൺ ആണ്. CAPM റിട്ടേൺ എന്ന് പറയുന്നത് 19.08, 19.08 ആൻഡ് 19.08. സോ ആക്ച്വൽ റിട്ടേൺ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വൽ 17.2 ആണ്, CAPM 19.08 ആണ്. പെർഫോമൻസ് ഉള്ളത് അണ്ടർ പെർഫോമൻസ് ഉള്ളത് 1.88% അണ്ടർ പെർഫോമൻസ് ആണ്. സെക്കൻഡ് ഇയറിലും അണ്ടർ പെർഫോമൻസ് ആണ് 18.25 മൈനസ് 19.08 underperformed by 0.83%. And next one 22.15 minus 19.08 perform ചെയ്തിരിക്കുന്നത് 3.07 ആണ്. 3.07. അപ്പോൾ ആഡ് ചെയ്യുന്നു 1.88 പ്ലസ് 0.83 പ്ലസ് 3.07 ഈക്വൽ ടു ആദ്യത്തെ രണ്ടെണ്ണം നെഗറ്റീവ് ആണ്. നെഗറ്റീവ് 2.71 ആൻഡ് പോസിറ്റീവ് 3.07. നെറ്റ് നിങ്ങൾക്ക് വരുന്നത് 0.36 ആണ്. 0.36. ഓക്കെ. സെഡിൻ്റെത് ഇതേപോലെ തന്നെ. ഫസ്റ്റ് ഇയറിൽ സെഡ് 17.1, 18.6, 22 ആൻഡ് CAPM വരുന്നത് ഇത് ആക്ച്വൽ റിട്ടേൺ ആണ്. CAPM റിട്ടേൺ വരുന്നത് 19.08, 19.08 and 19.08. but difference വരുന്നത് 17.1 minus 19.08 negative 1.98 and 18.6 minus 19.08 negative 0.48 and 22 minus 19.08 positive 2.92 ആണ്. അപ്പൊ നെറ്റ് 1.98 നെഗറ്റീവ് ആണ്. 8.6 minus 19.08 0.48. 1.98 plus 0.48 നെഗറ്റീവ് ആണ്. മൈനസ് 2.92 പോസിറ്റീവ്. അപ്പോൾ വരുന്നത് 0.46 പോസിറ്റീവ് ആണ്. ഓക്കെ. അപ്പൊ ഞാനതെല്ലാം എടുത്ത് എഴുതുന്നു. 0.36, 0.46, 0.36, 0.46. ഇത് y, ഇത് z ആൻഡ് x ഉള്ളത് 0.41 ആണ്. നിങ്ങൾ നോക്കേണ്ടത് അപ്പോൾ x 0.41, y 0.36 ആൻഡ് z 0.46 ആണ്. അപ്പോൾ ഇത് നോക്കേണ്ടത് ഇത് 3 ഇയേഴ്സിന്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ 1 ഇയറിന്റെ പെർഫോമൻസ് എത്രയാ? ഡിവൈഡഡ് ബൈ 3. ഇത് 3 ഇയേഴ്സിന്റെ പെർഫോമൻസ് ആണ്. 1 ഇയറിന്റെ പെർഫോമൻസ് എത്രയാണ്? ആൻസർ ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മളിതൊന്ന് 1 ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. ഈ കൺവേർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ആൻസറിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല, സെയിം ആണ്. 0.137% ആൻഡ് ഇയാളുടെ 0.36 ഡിവൈഡഡ് ബൈ 3, 0.12%, 0.46 divided by 3, 0.153%. ഓക്കെ. അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്? ഇവരുടെ പെർഫോമൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്?
Question, rate the fund managers of X, Y and Z. Okay. നിങ്ങൾ ഫസ്റ്റ് റാങ്ക് ആർക്കാ കൊടുക്കുക? എക്സ് വൈ സെറ്റില് ഫസ്റ്റ് റാങ്ക് ആർക്കാ കൊടുക്കുക? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി, കോമൺ സെൻസ് ആ. ഫസ്റ്റ് റാങ്ക് ആർക്ക് കൊടുക്കും? നമ്മളുടെ സെറ്റിന് കൊടുക്കും. കാരണം സെറ്റ് ആണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കിയിരുന്നത് 0.153. അപ്പൊ റാങ്ക് ചെയ്യുമ്പോൾ റാങ്ക് ചെയ്യുന്നു, റാങ്കിങ്, റാങ്ക് സെഡിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കും. കാരണം സെഡ് 0.153% ആണ്. എക്സിന് സെക്കൻഡ് റാങ്ക് കൊടുക്കും. കാരണം എക്സ് 0.13% ആൻഡ് വൈ ആണ് തേർഡ് റാങ്കിങ്. അപ്പോൾ ഒരു കാര്യം നോക്കേണ്ടത്, നമ്മൾ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സിന്റെ റാങ്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സിന്റെ പെർഫോമൻസ് അസസ് ചെയ്യുന്നത്. ഓക്കെ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്ത് ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പെർഫോമൻസ് അസസ് ചെയ്തത്? ആക്ച്വൽ റിട്ടേൺ മൈനസ് CAPM റിട്ടേൺ. അത് ആരുടേതാ? ഒന്ന് പറഞ്ഞേ. ഷാർപ്പാണോ, ട്രെയിനർ ആണോ, ജെൻസൺസ് ആണോ? അത് പറഞ്ഞാൽ മതി. ഷാർപ്പാണോ, ട്രെയിനർ ആണോ, ജെൻസൺ ആണോ? ഏതായിരുന്നു? ജെൻസൺസ് ആൽഫയാണ്. പെർഫോമൻസ് അസസ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? ജെൻസൺസ് ആൽഫയുടെ ബേസിസിലാണ് പെർഫോമൻസ് അസസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാരണം തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് ജെൻസൺസ് ആൽഫയാണ് യൂസ് ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒന്നും തന്നിട്ടില്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ തരികയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഓക്കെ, ഇത് ട്രെയിനർ ആണ്, അല്ലെങ്കിൽ ഇത് ഷാർപ്പാണ്. അപ്പോൾ ഏത് ഡാറ്റയാണ് ക്വസ്റ്റ്യൻ്റെ, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെയാണ് പ്രശ്നം. ഏത് ഡാറ്റയാണെന്ന് തന്നിട്ടുണ്ടാവില്ല, ഏത് യൂസ് ചെയ്യണമെന്ന് തന്നിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ എന്ത് നോക്കണം? നമ്മള് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ നോക്കണം. തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസിൽ ഏത് മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കണം. ഇവിടെ തന്നിരിക്കുന്നത് ഇപ്പൊ ഷാർപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല. ഷാർപ്പ് ആണെങ്കിലും അതേപോലെ തന്നെ ട്രെയിനർ ആണെങ്കിലും ഒന്നെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ തരണം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എന്ത് തരണം? മാർക്കറ്റ് ഒക്കെ തരണം. ഇവിടെ അതൊന്നും തന്നിട്ടില്ല. ഇവിടെ ബീറ്റയാണ്. പിന്നെ ആക്ച്വൽ റിട്ടേൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആക്ച്വൽ റിട്ടേൺ ഉണ്ട്. പിന്നെ CAPM റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റിസ്ക് ഫ്രീ റേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ഇനി ഫണ്ട് മാനേജർ അധികം ജെൻസൺസ് ആൽഫയാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ സ്റ്റുഡൻസിനോട് പറയാറ്, ഈ സ്റ്റുഡൻസിന്റെ അധിക പരാതിയും പ്രത്യേകിച്ച് SFMന്റെ കേസിൽ, സർ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവാറില്ല, പക്ഷെ സാറ് ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞങ്ങൾക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് സർ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാറില്ല? ഏതാ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാറില്ല. 50% ഒക്കെ സർ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഷാർപ്പ് യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ പ്രശ്നമില്ല, ട്രെയിനർ യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ പ്രശ്നമില്ല, ജെൻസൺസ് ആൽഫ ഏതാന്ന് പറയുമ്പോൾ പ്രശ്നമില്ല. സർ 50% ക്വസ്റ്റ്യൻസ് ഓക്കെയാണ്, കാരണം ക്വസ്റ്റ്യനിൽ വളരെ ക്ലിയർ ആയിട്ട് ഏത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില ക്വസ്റ്റ്യൻസിൽ സർ ഒന്നും പറയുന്നില്ല, വെറുതെ ഒരു റിട്ടേൺ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാണ്. അങ്ങനെ വെറുതെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഞങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആണ് സർ, ആകെ കൺഫ്യൂസ്ഡ് ആണ്. ഏത് യൂസ് ചെയ്യണം, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ അത് സ്വാഭാവികമാണ്. അത് ഓവർകം ചെയ്യാൻ ആകെ ഒരു മാർഗ്ഗേ ഉള്ളൂ. മാർഗം നമ്പർ 1, നിങ്ങൾ ഇത് ഓരോ ദിവസം പഠിക്കുന്നുണ്ടാവുന്നത് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ഇനി പഠിക്കുന്നില്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഘട്ടം ഘട്ടമായിട്ട് പഠിക്കുക. അതെങ്ങനെയാണോ നിങ്ങൾ പഠിക്കുന്നത് അങ്ങനെ പഠിക്കുക. അപ്പൊ അതങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ നോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവുമല്ലോ, ഇത് ഇങ്ങനെ ചെയ്തത്, ഇത് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, സമയത്തിന്റെ വലിയ പ്രശ്നം ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം ആ മ്യൂച്വൽ ഫണ്ട് ഒറ്റയിരുപ്പിന് പറ്റുമെങ്കിൽ ഒറ്റയിരുപ്പിന് ഇരുന്നിട്ട് ഒരു തവണ പ്രാക്ടീസ് ചെയ്യുക. ഒറ്റയിരുപ്പിന് നിങ്ങൾ ഒരു തവണ പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെ എഴുതി വെക്കുക, റെഡിങ്കിൽ എഴുതി വെക്കുക. ഓക്കെ, ഇത് ഈ ക്വസ്റ്റ്യനിൽ ഇന്ന ഡാറ്റയാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ജെൻസൺസ് ആൽഫ എടുത്തിരിക്കുന്നത്. ഷാർപ്പ് ആയിരുന്നെങ്കിൽ ഈ ഡാറ്റ വേണ്ടിയിരുന്നു, ട്രെയിനർ ആയിരുന്നെങ്കിൽ ഈ ഡാറ്റ വേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പണ്ടത്തെ പോലെ ചെയ്യുകയാണെങ്കിൽ ഇന്ന ഡാറ്റാസ് തന്നത് കാരണമാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അത് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ട് ബുക്ക് പൂട്ടി വെക്കരുത്. പിന്നെയും ഒറ്റയിരുപ്പിന്, അന്നല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒറ്റയിരുപ്പിന് ഇരുന്നിട്ട് ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് അവിടെ സീലായിട്ട് വന്നിട്ടുണ്ടാവും പിന്നെ റിവിഷന്റെ സമയത്ത്. ഇതല്ലാതെ മാർഗമല്ല നമ്മുടെ ഏതിന്റെ കേസിൽ, ഈ സ്ട്രാറ്റജിക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കേസിൽ ഇങ്ങനെ കുറച്ച് വർക്ക് ചെയ്യുമ്പോഴേ നമുക്കത് അങ്ങോട്ട് സീല് ചെയ്ത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യാറ്, ചിലപ്പോൾ നമ്മൾ 1-2 തവണയൊക്കെ എഴുതുമ്പോഴായിരിക്കും നമുക്കിതിങ്ങനെ കത്തുന്നത്. അത് 1-2 തവണ എഴുതുന്നതല്ല, ആക്ച്വലി
അത് പഠിക്കേണ്ട രീതി ഇങ്ങനെയാണ്. ആ രീതി നമ്മൾ 2 3 തവണ പഠിക്കുമ്പോഴാണ് രീതി വരുന്നത്. ആദ്യത്തെ തവണ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകും. രണ്ടാമത്തെ തവണയാണ് നമ്മൾ ഈ ക്രോസ് ഡിഫറൻസ് ഒക്കെ വരുന്നത്. അപ്പോഴും നമ്മൾ ഫുൾ ആയിട്ടുണ്ടാവില്ല. മൂന്നാമത്തെ തവണ പോയി എഴുതുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കംപ്ലീറ്റ് ഡാറ്റ ഏതാന്ന് വെച്ചിട്ട് നോക്കുന്നത്. അപ്പൊ ഇത് പേടിക്കൊന്നും വേണ്ട. ഇനി അതൊക്കെ അതിന് ഷോർട്ട് കട്ടും ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾ ഇനി പോയിട്ട് ഇത് 25 ക്വസ്റ്റ്യൻ, എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേ എത്രയോ ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഞായറാഴ്ച ഒഴിവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്ന് ക്ലാസ് ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഉണ്ടാവുമല്ലോ. സ്റ്റഡി ലീവിലുള്ള സമയത്ത് മ്യൂച്വൽ ഫണ്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കഴിവിന്റെ പരമാവധി ഒറ്റയിരുപ്പിൽ ചെയ്യുക. ഒറ്റയിരുപ്പിൽ ചെയ്യുക, വേറൊരു മാർഗ്ഗവുമില്ല. ഒറ്റയിരുപ്പിൽ ചെയ്യുക. റെഡ് ബുൾ വാങ്ങിച്ചിട്ടാണെങ്കിൽ റെഡ് ബുൾ, ആരോഗ്യത്തിന് കേടാണ്, പ്രശ്നമില്ല, എപ്പോഴെങ്കിലും ഒക്കെ ഓക്കെയാണ്. റെഡ് ബുൾ വാങ്ങിച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ അമ്മേനോട് പറയാ ഒരു ഫ്ലാസ്ക് കംപ്ലീറ്റ് കട്ടൻ ചായ വേണം, അല്ലെങ്കിൽ കട്ടൻ കാപ്പി വേണം. ഒറ്റയിരുപ്പിനിരുന്ന് ഇത് ചെയ്ത് തീർക്കുക. ഇനി ഒറ്റയിരുപ്പിന് പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസം ഒരേ ഇരുപ്പിന് ഇരുന്നിട്ട് മ്യൂച്വൽ ഫണ്ട് ചെയ്ത് തീർക്കുക. ആ സമയത്ത് നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് റെഡിങ്ങിൽ എഴുതി വെക്കുക. ഡാറ്റ തന്നിരിക്കുന്നത് അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഒറ്റയിരിപ്പിന് ഇരുന്ന് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യേണ്ടത് ഇതാണ്. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ ഇതാണ്. ഈ ഡാറ്റ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഡാറ്റയ്ക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ എൻറ്റയർലി വേറെ രീതിയിൽ ചെയ്യുന്നത്, കാരണം തന്നിരിക്കുന്ന ഡാറ്റ ഇതാണ്. ഈ ഡാറ്റ തന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ മെത്തേഡ് ഇങ്ങനെ ചെയ്തത്. ഇതിങ്ങനെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ 1 2 ദിവസം നിങ്ങൾ ഒറ്റയിരുപ്പിന് ഇരുന്ന് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ നോട്ട് മാത്രം വായിച്ചാൽ മതി. അപ്പൊ ഒരു 30 ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 30 പോയിന്റേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എക്സാമിനേഷനിലും നിങ്ങൾ അത് പിക്ക് ഔട്ട് ചെയ്യും, ഏത് ഡാറ്റയാണ് തന്നിരിക്കുന്നത്. അതല്ലാതെ മാർഗമില്ല കേട്ടോ. നിങ്ങളൊന്ന് വർക്ക് ചെയ്യണം, അതാണല്ലോ മാർഗം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5 തീർന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഫാമാസ് നെറ്റ് സെലക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു മെത്തേഡും, പിന്നെ അതേപോലെ തന്നെ മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡും, പിന്നെ ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഫാമയൊന്നും. കുറച്ച് കാൽക്കുലേഷൻസ് ഇൻവോൾവ് ആണ് ഫാമ. അപ്പൊ നമ്മൾ ഫാമാസ് നെറ്റ് സെലക്ടിവിറ്റി എടുത്തേ, ക്വസ്റ്റ്യൻ എടുക്കൂ. ഫാമാസ് നെറ്റ് സെലക്ടിവിറ്റി, ഫാമ നെറ്റ് സെലക്ടിവിറ്റി, ആ നോട്ട് എടുക്കൂ. ഫാമാസ് നെറ്റ് സെലക്ടിവിറ്റി ഹെൽപ്പ് ടു മെഷർ എക്സസീവ് റിട്ടേൺ ഓവർ ദ റിക്വയർഡ് റിട്ടേൺ. ഓക്കെ, എക്സസീവ് റിട്ടേൺ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മളിപ്പോൾ പഠിച്ചുന്നേ. ഫാമ പ്രത്യേകിച്ച് ഒന്നും പുതുതായിട്ട് പറയുന്നൊന്നുമില്ല. ഫാമ പറയുന്നത് ആക്ച്വൽ റിട്ടേൺ മൈനസ് റിക്വയർഡ് റിട്ടേൺ ആണ്. ആക്ച്വൽ റിട്ടേൺ മൈനസ് റിക്വയർഡ് റിട്ടേൺ. ആ ഒരൊറ്റ വ്യത്യാസം ഉള്ളത്. എന്താണ് ഈ നെറ്റ് സെലക്ടിവിറ്റി? ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ റിട്ടേൺ മൈനസ് റിക്വയർഡ് റിട്ടേൺ. നമ്മൾക്ക് എത്രയാണോ ആക്ച്വൽ റിട്ടേൺ അത് മൈനസ് എത്രയാണോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിട്ടേൺ അതാണ്. ആ ഒരു വ്യത്യാസം ഈ ആക്ച്വൽ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടല്ലോ. ആ ആക്ച്വൽ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് CAPM മെത്തേഡിലാണ്. ആക്ച്വൽ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് CAPM മെത്തേഡാണ്. അപ്പൊ അത് പിന്നെ പറയണ്ട. പിന്നെ നോക്കേണ്ടത് റിക്വയർഡ് റിട്ടേൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിക്വയർഡ് റിട്ടേൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റിക്വയർഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് RF പ്ലസ് RM മൈനസ് RF. അതുവരെ പ്രശ്നമല്ല. ഈ ബീറ്റക്ക് പകരം CAPM റിട്ടേൺ തന്നെ ആൾമോസ്റ്റ് എന്തില്ലാന്ന് മാത്രമേ ഉള്ളൂ, ബീറ്റിനോട് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല. ബീറ്റിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഷാർപ്പും ട്രെയിനറും അങ്ങോട്ട് കൂട്ടിച്ചേർത്തു. SD ഓഫ് പോർട്ട്ഫോളിയോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ്. ഇതാണ് ഫാമയുടെ നെറ്റ് ഗെയിൻ. ആക്ച്വൽ റിട്ടേൺ മൈനസ് റിക്വയർഡ് റിട്ടേൺ. ഫാമയുടെ ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് ആക്ച്വൽ റിസ്ക് പ്രീമിയം റിട്ടേൺ, റിസ്ക് പ്രീമിയം റിസീവ്ഡ് മൈനസ് ഡിസൈഡ് റിസ്ക് പ്രീമിയം ആണ്. ഡിസൈഡ് റിസ്ക് പ്രീമിയം. അപ്പൊ നമ്മളിത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഈ ഡിസൈഡ് റിസ്ക് പ്രീമിയം ആണ്. ഈ ഒരു പർട്ടിക്കുലർ പാർട്ട് ഉണ്ടല്ലോ, ഇതാണ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. RM മൈനസ് RF ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ്. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഫാമയുടേത്. ഫാമ, the following information is available regarding 3 mutual fund. Mutual fund ABC, average return 24, 16 and 12, standard deviation correlation with market. Risk-free return 16%, return on market portfolio 15% with a standard deviation of 4%. Calculate total gain and net gain and systematic and unsystematic risk. Okay.
ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചേ, നിങ്ങൾ തന്നെ ഒന്ന് വായിക്കും. ഓക്കെ, അപ്പൊ ചെയ്യാൻ പോവാണ് 1 by 1 ആയിട്ട്. അപ്പൊ ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫാമയുടെ ടോട്ടൽ ഗെയിൻ എത്രയാണ്, ആൻഡ് പിന്നെ എന്ത് ചോദിച്ചു, ഫാമയുടെ നെറ്റ് ഗെയിൻ എത്രയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആദ്യം ഈ ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ നെറ്റ് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫാമയുടെ നെറ്റ് ഗെയിൻ ആദ്യം അതിന്റെ ഫോർമുല എഴുതി വെക്കുന്നു, എന്നിട്ട് 1 by 1 ആയിട്ട് ചെയ്യാം. നെറ്റ് ഗെയിൻ ഈക്വൽ ടു ആക്ച്വൽ റിട്ടേൺ മൈനസ് റിക്വയർഡ് റിട്ടേൺ. ഓക്കെ, അപ്പൊ ആദ്യം ആക്ച്വൽ റിട്ടേൺ. ഇനി ഇവിടെ നിങ്ങൾക്കൊരു ഗുണമുണ്ട്, എന്താ, ആക്ച്വൽ റിട്ടേൺ ആൾമോസ്റ്റ് തന്നിട്ടുണ്ട്, ആവറേജ് റിട്ടേൺ തന്നിട്ടുണ്ട്. അപ്പൊ ആവറേജ് റിട്ടേൺ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ആക്ച്വൽ അല്ലെങ്കിൽ ആവറേജ് റിട്ടേൺ തന്നിട്ടുണ്ട്. എന്ത് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി, റിക്വയർഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ റിക്വയർഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നു. റിക്വയർഡ് റിട്ടേൺ ഈക്വൽ ടു എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്, ഫോർമുല ഉണ്ടായിരുന്നു, RF റിസ്ക് ഫ്രീ റിട്ടേൺ പ്ലസ് RM മൈനസ് RF സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ്. ഓക്കെ, 1 by 1 ആയിട്ട് ഏടത് RF എന്താണെങ്കിലും ഏതാണെങ്കിലും സെയിം ആയിരിക്കും. റിസ്ക് ഫ്രീ റിട്ടേൺ ഈസ്, ഒറ്റ മിനിറ്റ്, ക്വസ്റ്റ്യനിൽ ചെറിയൊരു തെറ്റുണ്ട്. റിസ്ക് ഫ്രീ റിട്ടേൺ 6% ആക്കണേ. റിസ്ക് ഫ്രീ റിട്ടേൺ 6 ആണ്, ഈക്വൽ ടു 6% പ്ലസ് RM 15 മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ 6 മൾട്ടിപ്ലൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ തന്നിട്ടുണ്ട് ഏടത് 8 divided by standard deviation of market 4 equal to 15 minus 6 9 into 8 divided by 4 18. അപ്പോൾ 6% plus 18% equal to 24%. അപ്പോൾ ഏടത് 24% ആണ്. ബിയുടേത് റിസ്ക് ഫ്രീ റിട്ടേൺ സെയിം ആണ്, 6% പ്ലസ് RM മാർക്കറ്റിന്റെ റിട്ടേണും സെയിം ആണ്, 15 മൈനസ് 6. എന്ത് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ 4 ആണ്. സോ 4 ഡിവൈഡ് ബൈ മാർക്കറ്റും 4 ആണ്. സോ 6 പ്ലസ് 9% ഈക്വൽ ടു 15%. ആൻഡ് സി RF 6 പ്ലസ് RM 15 മൈനസ് 6, അതൊന്നും വ്യത്യാസമല്ല, ഡിവൈഡഡ് ബൈ അതും സെയിം ആണ്, പോർട്ട്ഫോളിയോയുടെ മാത്രം 3. അപ്പോ 9 into 3 by 4 plus 6 12.75%. 12.75%. അപ്പൊ നമുക്ക് വേണ്ട ഡാറ്റ എല്ലാം കിട്ടിയിട്ടുണ്ട് ആൾമോസ്റ്റ്. ഫസ്റ്റ് കേസിന് വേണ്ട ഡാറ്റ എല്ലാം കിട്ടി. A 24%, B 15 ആണ് required return, and this one is 12.7. Okay, അപ്പോൾ നെറ്റ് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. നെറ്റ് ഗെയിൻ, സോ എ നെറ്റ് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നെറ്റ് ഗെയിൻ എ B C. Net gain actual return
നമുക്ക് അവിടെ തന്നിട്ടുണ്ട് ആവറേജ് റിട്ടേൺ തന്നിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വൽ ആണ് 24, 16 and 12 and required return നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് കേസിൽ 24%, 24, 15, 12.75, 24, 15, 12.75. So net ഇത് A, ഇത് B. So net gain equal to A minus B. 0, 16 minus 15, 1 and ഇവിടെ 0.75. So net gain കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ഇത് എഴുതിയെടുക്കൂ. തീർന്നു കഴിഞ്ഞാൽ ഡൺ എന്ന് പറയണേ. പിന്നെ നമുക്ക് ടോട്ടൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാണ്ട്. ഓക്കെ, തീർന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നെറ്റ് ഗെയിൻ. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ഗെയിൻ ആണ്. ടോട്ടൽ ഗെയിൻ. ടോട്ടൽ ഗെയിൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചിരുന്നേ? മുകളിൽ ഞാൻ എന്റെ നോട്ടിലെ ഫോർമുല ഞാൻ കാണിക്കുന്നുണ്ട്. ടോട്ടൽ ഗെയിൻ. ടോട്ടൽ ഗെയിൻ. ടോട്ടൽ ഗെയിൻ ആക്ച്വൽ റിസ്ക് പ്രീമിയം റിസീവ്ഡ് മൈനസ് ഡിസൈഡ് റിസ്ക് പ്രീമിയം ആണ്. അപ്പൊ ആക്ച്വൽ റിസ്ക് പ്രീമിയം മൈനസ് ഡിസൈഡ് റിസ്ക് പ്രീമിയം ആണ്. വീണ്ടും അതിന്റെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് ഡാറ്റയാണ് വേണ്ടത്. ആക്ച്വൽ റിസ്ക് പ്രീമിയം വേണം. ഇപ്പോൾ എ, ബി, സി. ആക്ച്വൽ റിസ്ക് പ്രീമിയം. ആക്ച്വൽ റിസ്ക് പ്രീമിയം എന്തായിരുന്നു? ആക്ച്വൽ റിസ്ക് പ്രീമിയം നമ്മുടെ റിസ്ക് ഫ്രീ റിട്ടേണിനെക്കാട്ടിലും കൂടുതൽ കിട്ടുന്നതാണ് നമുക്കുള്ള പ്രീമിയം. യെസ്, ഇത് നെഗറ്റീവ് ആണ്. നമ്മുടെ റിസ്ക് ഫ്രീ റിട്ടേണിനെക്കാട്ടിലും കൂടുതൽ കിട്ടുന്നതാണ് നമ്മുടെ പ്രീമിയം. അപ്പൊ റിട്ടേൺ ആർ പി, റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ, ഇതാണ് പ്രീമിയം. കാരണം നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത് അതാണ്. നമ്മൾ എവിടെ പോയിട്ടാലും നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതൊന്നും കൂടുതൽ കിട്ടുന്നതാണ് പ്രീമിയം. സോ എയുടെ കേസിൽ റിട്ടേൺ 24 ആയിരുന്നു. ആക്ച്വൽ റിട്ടേൺ മുകളിലുണ്ട് 24 മൈനസ് റിസ്ക് ഫ്രീ 6 ഈക്വൽ ടു 18. ബിയുടേത് ആക്ച്വൽ റിട്ടേൺ 16 മൈനസ് 6 10. സിയുടേത് ആക്ച്വൽ റിട്ടേൺ 12 മൈനസ് റിസ്ക് ഫ്രീ 6. അപ്പൊ ഇതാണ് റിസ്ക് പ്രീമിയം. എക്സസ് കിട്ടുന്നതാണ് റിസ്ക് പ്രീമിയം. ഓക്കെ, അപ്പൊ റിസ്ക് പ്രീമിയം ആയി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഡിസൈഡ് റിസ്ക് പ്രീമിയം. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന റിസ്ക് പ്രീമിയം എത്രയാണ്? ഡിസൈഡ് റിസ്ക് പ്രീമിയം. അതിന്റെ ഫോർമുലയാണ് RM മൈനസ് RF ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ്. അപ്പൊ ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഈ പാർട്ടാണ് എന്റെ ഡിസൈഡ് റിസ്ക് പ്രീമിയം. RM മൈനസ് RF ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 15 മൈനസ് 6 ഇൻറ്റു 8/4 ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എത്ര കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? 15 മൈനസ് 6 9. ഇനി into 8 divided by 4. Okay. ഈക്വൽ ടു, എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വരുന്നുണ്ട്. എൻ്റെ മൈക്രോസോഫ്റ്റ് വൺ നോട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സൂമിൻ്റെ പ്രശ്നമാണോ എന്തിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല.
ഹാങ് ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വരുന്നുണ്ട്. ഇതിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ടെക്നിക്കൽ ഇഷ്യൂ. ഇന്നത്തെ പല ക്ലാസ്സുകളും ഇതേപോലെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റ്സ് ബ്രേക്ക് തരണേ. ഒരു 2 മിനിറ്റ്സ് ഇത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, എന്താണ് ഇഷ്യൂ എന്നുള്ളത്. ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്റെ സൗണ്ട് കേൾക്കാമോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഓക്കെ, ഫൈൻ. ഈ മൈക്രോസോഫ്റ്റ് വൺ നോട്ട് ഹാങ് ആയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരു 11 o'clock ക്ലാസ് തുടങ്ങിയതാണ്. 11 to ഉച്ചയ്ക്ക് വരെ ക്ലാസ് ഉണ്ടായിരുന്നു. ഉച്ച ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ 6 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ക്ലാസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് തോന്നുന്നു. ആ ഹീറ്റിംഗ്, എക്സസീവ് ഹീറ്റിംഗ് വന്നത് കാരണം മൈക്രോസോഫ്റ്റ് വൺ നോട്ട് ഹാങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കുറച്ചു നേരം കൂൾ ചെയ്താൽ മാത്രമേ ഇനി ഇത് തിരിച്ച് വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഒരു 10-12 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എക്സസീവ് ഹീറ്റാ തോന്നുന്നു. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ആകെ ഒരു 3 ക്വസ്റ്റ്യൻ മാത്രമേ ഇനി പെൻഡിങ്ങേ ഉള്ളൂ. ഈ ഒരു മോർണിംഗ് സ്റ്റാറിന്റെ സൂം കൂടുതൽ CPU എടുക്കും. ഓക്കെ, സൂമിന്റെ പ്രശ്നമായിരിക്കും മിക്കവാറും. കാരണം രാവിലെ 11 o'clock സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ രാത്രി അറൗണ്ട് 9 മണിയായി. അപ്പോൾ ഒരു 10-11 മണിക്കൂറിന്റെ ഇടയ്ക്ക് ഒരു മണിക്കൂറോ എങ്ങാണ്ടോ ഒഴിവുണ്ടായിട്ടേ ഉള്ളൂ. അപ്പോൾ എക്സസീവായിട്ട് നെറ്റ് വലിച്ചിട്ടുണ്ടാവും. എനിവേ, എന്താ ഇഷ്യൂ എന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നു, നമ്മൾ ഇന്നത്തെ ക്ലാസ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു 3 ക്വസ്റ്റ്യൻ തീർക്കാം. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള തിയറിയും കൂടി എടുക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലാസ് വരുന്നത് മൺഡേ ആണ്. മൺഡേ 7 to 9 ആയിരിക്കും. സോ ഇത് ജസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു എവ്രി വൺ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം 7 to 9. താങ്ക് യു.